തആല നമ്മുടെ ഈ ഒരു സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരികയും പുറത്തു തരികയും ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാനോ വേണ്ടി കൊടുക്കാതെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു, സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ KMCCയുടെ കരുത്തരായ പ്രവർത്തകർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ പ്രവാസികളായ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന വളരെ പവിത്രമായൊരു ഹദീസുണ്ട്. മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബ, ഒരു മുഅ്മിനിൻ്റെ ഒരു വിഷമം ഒരാൾ മാറ്റിക്കൊടുത്താൽ ഫറജല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, മറ്റൊരാളുടെ വിഷമം നമ്മൾ മാറ്റിക്കൊടുക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരുന്നത്. നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആരെയും സഹായിക്കാതെ ആരോടും സഹകരണങ്ങളില്ലാതെ ഞാനായി എൻ്റെ കുടുംബമായി ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുകയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമ്മളിൽ ഉണ്ടാവൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് ഫലഭൂയിഷ്ഠമായ മരങ്ങളിലേക്ക് ആളുകൾ കല്ലെറിയുന്നത് പോലെ നല്ല നല്ല പ്രവർത്തനം കാഴ്ചവെക്കും നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിലും പരിമിതമായ സമയം കൊണ്ട് വളരെ ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് എൻ്റെ വിഷയത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് റമളാനിനെ നമ്മൾ കാത്തിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു പരിശുദ്ധമായ റമളാനിനെ മഹാന്മാരായ സ്വഹാബാക്കൾ 6 മാസം മുമ്പ് കാത്തിരുന്നത് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല എന്ന് പറയുന്ന ഒരു സ്വഹാബി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നൊരു സംഭവമുണ്ട്. അതോടുകൂടി റമളാൻ കൊണ്ടുള്ള നമ്മുടെ നേട്ടം എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, 2 ചെറുപ്പക്കാർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്ത് വന്നു, 2 പേരും ഇസ്ലാം സ്വീകരിക്കുന്നു, എന്നിട്ട് തിരിച്ചു പോവുകയാണ്. 2 ചെറുപ്പക്കാരും ഒന്നിച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അതിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളാണ്. ഒന്നിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ വന്ന 2 ചെറുപ്പക്കാരൻ എൻ്റെ 2 വശങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ 2 പേരെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വർഗത്തിന്റെ അകത്തളങ്ങളിൽ നിന്നൊരാൾ കടന്നു വന്നുകൊണ്ട് രണ്ടാമത് മരിച്ചുപോയ സഹോദരനെ വിളിക്കുന്നത്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദായ ഒന്നാമത് മരിച്ചുപോയി രണാങ്കണത്തിൽ തന്റെ സമ്പത്തും തന്റെ കുടുംബവുമെല്ലാം ത്യജിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ സഹോദരനെ 2ാമത്തെ തവണയാണ് വിളിക്കുന്നത്. 2ാമത്തെ തവണയാണ് അയാൾ സ്വർഗത്തിലേക്ക് ചെന്നത്. സ്വാഭാവികമായി എനിക്കൊരു സംശയം തോന്നി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത ഷഹീദായി പോയ ഇദ്ദേഹമാണല്ലോ സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോവേണ്ടത്, അല്ലേ? നമ്മളൊക്കെ അങ്ങനല്ലേ കരുതാ? യുദ്ധം ചെയ്തു മരിച്ചുപോയ ആളാണല്ലോ സ്വാഭാവികമായി ആദ്യം കടന്നു പോവേണ്ടത്. മറ്റു സഹോദരൻ സ്വാഭാവിക മരണമാണ്, 1 വർഷം കഴിഞ്ഞ് മരിച്ചുപോയതാണ്. എനിക്ക് സംശയം വന്നു, എന്തേ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ഈ ഒരു സഹോദരനല്ലേ ആദ്യം സ്വർഗത്തിലേക്ക് പോവേണ്ടത്? ആ ഒരു സംശയം എൻ്റെ അടുത്തേക്ക് ആ ഒരു സ്വർഗലോകത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് വന്ന സഹോദരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള സമയമായിട്ടില്ല, നിങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഇത് സ്വപ്നമാണല്ലോ. എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള സമയമായിട്ടില്ല. ഞാൻ തിരിച്ചു ചെന്നു. പിറ്റേ ദിവസം സുബഹയാകുമ്പോഴാണ് എനിക്കത് സ്വപ്നമാണെന്ന് മനസ്സിലായത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംഭവം വിശദീകരിച്ചു കൊടുത്തു. എന്താണ് സംഭവം? എന്തേ ഇങ്ങനെ നടന്നത്? യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ചെന്ന്
ധീരമായി പോരാടി ലോകത്തോട് വിട പറഞ്ഞ സഹോദരനല്ലേ ഒന്നാമത് സ്വർഗത്തിലേക്ക് പോവേണ്ടത് എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ സ്വഹാബാക്കളോട് ചർച്ച ചെയ്തു. അവരും പറഞ്ഞു, ശരിയാണല്ലോ. അങ്ങനെ വാർത്ത അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വാർത്തയെത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഉബൈദില്ലാ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? എന്തിനാണ് ഇത്ര സംശയം? എന്തിനാണ് ഈ വിഷയത്തിൽ ശങ്കിക്കേണ്ടതുണ്ടോ? ഒന്നാമത് മരിച്ചവൻ തന്നെ ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട്, ശരി തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആൾ തന്നെയാണ്. എന്നാൽ രണ്ടാമത് മരിച്ച സഹോദരൻ 1 വർഷം കഴിഞ്ഞിട്ടല്ലേ മരിച്ചുപോയത്. ഫഖദ് അദ്റക റമളാൻ, ഇദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം പരിശുദ്ധമായ റമളാൻ എത്തിച്ചിട്ടുണ്ടല്ലോ. റമളാനിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ മുമ്പ് മരിച്ചുപോയ സഹോദരനേക്കാളും 83 വർഷക്കാലത്തെ അമലുകൾ ഒരു റമളാനിൽ ചെയ്യാനുള്ള സുവർണാവസരം ആ സഹോദരന് ലഭിച്ചിട്ടുണ്ടല്ലോ. 83 വർഷത്തെ അമലല്ലേ ഈ സഹോദരനേക്കാളും അദ്ദേഹത്തിന് ലഭിച്ചത്. അതുകൊണ്ടാണ് ശേഷം മരിച്ചുപോയ സ്വാഭാവിക മരണം പുൽകിയ ആ സഹോദരനെ അള്ളാഹു ഒന്നാമത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്ന നമ്മൾ പരിശുദ്ധമായ റമളാനിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കേണ്ടേ? എത്ര ശ്രേഷ്ഠതയാണ്! രണാങ്കണത്തിൽ പോയി യുദ്ധം ചെയ്തു ഷഹീദായ ഒരു സഹോദരനേക്കാളും അള്ളാഹു ശ്രേഷ്ഠത നൽകിയത് പരിശുദ്ധമായ റമളാൻ മാസം അധികം ലഭിച്ച ആളുകൾ കാണുന്ന പരിശുദ്ധമായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. ഈ ഒരു റമളാനിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ഒരു റമളാനിനെയാണ് നമ്മൾ സ്വീകരിക്കാനിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വിയാമു വൽ ഖുർആൻ, പരിശുദ്ധമായ നോമ്പും പരിശുദ്ധ ഖുർആനും യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എല്ലാവരും നെട്ടോട്ടമോടി, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ടാത്ത സമയമുണ്ടല്ലോ, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാത്ത സമയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, ആർക്കും ആരെയും വേണ്ടാത്ത സമയത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് പരിശുദ്ധമായ നോമ്പും പരിശുദ്ധമായ ഖുർആനും ചൊല്ലുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു, യാ അല്ലാഹ്, യഖൂലു സിയാം, നോമ്പ് പറയുന്നു, പടച്ച റബ്ബേ, ഐ റബ്ബ്, എന്റെ റബ്ബേ, അല്ലാഹുവേ, നോമ്പ് ആവശ്യപ്പെടുകയാണ്. എല്ലാവരും മഅ്ശറയുടെ ആ ഒരു ചൂട് അനുഭവിക്കുമ്പോഴാണ് നോമ്പ് ചൊല്ലുന്നത്. ഐ റബ്ബ് മനഅതുഹു ത്വആം, ഞാൻ ഇന്നാലിന്ന സഹോദരന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചിട്ടില്ല. സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ആളായിരുന്നു അയാൾ. പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ആളായിരുന്നു അയാൾ. അയാൾക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ അവസരം നൽകിയില്ലല്ലോ. വളരെ ശക്തമായ തീച്ചൂടുള്ള വിദേശികളായ ആളുകൾ ജ്യൂസും മറ്റുള്ള ശീതീകരിച്ച പാനീയങ്ങൾ കുടിക്കുമ്പോൾ അതൊന്നും കുടിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ അവന് ഭക്ഷണവും വെള്ളവും തടഞ്ഞു വെച്ചിട്ടുണ്ട് റബ്ബേ. വശഹവാത്ത്, അവന്റെ വികാരങ്ങളെ, അവന്റെ ശാരീരിക താല്പര്യങ്ങളെ, അവന്റെ ഇച്ഛകളെയെല്ലാം ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് റബ്ബേ. ഫശഫ്ഇനി ഫീ, അതുകൊണ്ട് ഇയാൾക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണേ എന്ന് നോമ്പ് അല്ലാഹുവിനോട് പറയുമത്രേ. നമ്മളൊക്കെ ശക്തമായ ചൂടുകൊണ്ട് ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോഴാണ് നോമ്പ് നമ്മളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പടച്ച റബ്ബേ, അവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനും നോമ്പുകളുമെല്ലാം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അതേപോലെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പരിശുദ്ധമായ ഖുർആൻ പോവുകയാണ്. ഫയഖൂലുൽ ഖുർആൻ, ഖുർആനും അല്ലാഹുവിനോട് പറയുന്നു, മനഅതുഹുൻ നൗമ ബില്ലൈൽ, രാത്രി അയാളെ ഞാൻ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല.
അയാളുടെ ഉറക്കിനെ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ അയാൾ പാരായണം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ നമ്മോട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖറഅ ഫീ കുല്ലി ലൈലത്തിൻ 10 ആയാത്തിൻ, ഒരു ദിവസം ഒരാൾ 10 ആയത്തുകൾ പാരായണം ചെയ്താൽ, ഖുർആനിൽ നിന്നൊരു 10 ആയത്ത് ഒരാൾ പാരായണം ചെയ്താൽ, ലം യകും മിനൽ ഗാഫിലീൻ, അല്ലാഹു അയാളെ ഗാഫിലീങ്ങളിൽ ഉൾപ്പെടുത്തൂല. ഗാഫിലീങ്ങളായ ആളുകൾ, അശ്രദ്ധരായ ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു ദിവസം 10 ആയത്തുകൾ പാരായണം ചെയ്ത ആളുകളെ അള്ളാഹു ഗാഫിലീങ്ങളിൽ പെടുത്തുകയില്ല, അള്ളാഹു അശ്രദ്ധവാന്മാരിൽ പെടുത്തുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ തബാറക സൂറത്ത് ഓതാറുണ്ട്, വാഖിഅ സൂറത്ത് ഓതാറുണ്ട്, സൂറത്തു യാസീൻ ഓതാറുണ്ട്. ഇതിനൊക്കെ പുറമെ ഒരു 10 ആയത്തെങ്കിലും നമ്മൾ ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മൾക്ക് അവസരം നൽകട്ടെ. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, മൻ ഖറഅ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഒരാൾ 100 ആയ 100 ആയത്ത് പാരായണം ചെയ്താൽ, എല്ലാ രാത്രിയിലും 100 ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ, കുതിബ ഇൻദല്ലാഹി മിനൽ ഖാനിതീൻ, അല്ലാഹുവിന്റെ സച്ചരിതരായ, അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ, സ്വാലിഹീങ്ങളായ അടിമകളിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെങ്ങനെ നമ്മൾക്ക് പെടാൻ പറ്റും? ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്താൽ അയാൾ മിനൽ ഖാനിതീൻ, സച്ചരിതരായ ആളുകൾ, സ്വർഗത്തിലേക്ക് ആദ്യം പോകുവാൻ അവസരം ലഭിക്കുന്ന ആളുകളിൽ ഇയാൾ പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഒന്നുകിൽ പരിശുദ്ധമായ ഖുർആൻ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മളെ കുറിച്ച് എന്തായിരിക്കും ഖുർആൻ പറയാ? ഞാൻ ചോദിക്കുകയാണ്, എന്തായിരിക്കും നമ്മളെ കുറിച്ചൊക്കെ ഖുർആൻ പറയാ അള്ളാഹുവിനോട്? പടച്ച റബ്ബേ, അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ പെടുത്തണേ അല്ലാ. ഒരുപാട് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഒരുപാട് അമല് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല, എങ്കിലും പടച്ച റബ്ബേ, ഖുർആനിനെ കുറിച്ചുള്ള സദസ്സുകളിൽ നമ്മൾ ഇരിക്കാറുണ്ട്. അതൊക്കെ പരിഗണിച്ച് നീ ഞങ്ങളെ നാളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഖുർആനും പരിശുദ്ധമായ റമളാനും പരിശുദ്ധ നോമ്പും അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് മഅ്ശറാ വൻസബയിൽ, അള്ളാഹുവിന്റെ ശക്തമായ തീജ്വാലകളിൽ എരിപൊരി കൊള്ളുമ്പോ അള്ളാഹുവെ, ഇയാളെ മഅ്ശറയിൽ നിർത്താൻ പറ്റില്ല, ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഫശഫ്ഇനി ഫീ, എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ അവസരം നൽകണമെന്ന് അള്ളാഹുവിനോട് പറയും. ഫയുശഫഅൻ, 2 പേരോടും അല്ലാഹു പറയും, ആരെയാണോ നിനക്ക് താല്പര്യമുള്ളത്, ആരോടാണോ താല്പര്യമുള്ളത് അവരെ കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക് എന്ന് അല്ലാഹു ഖുർആനിനോടും പരിശുദ്ധമായ നോമ്പിനോടും പറയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നതി ഖുറഫാ, സ്വർഗീയ ലോകത്ത് അല്ലാഹു പ്രത്യേകമായൊരു ഭവനം പണിയുന്നുണ്ട്, പ്രത്യേകമായൊരു റൂം പണിയുന്നുണ്ട്, പ്രത്യേകമായൊരു റൂം അല്ലാഹു സ്വർഗ്ഗലോകത്ത് പണിയുകയാണ്. അതാർക്കാണ്? യുറാ ലാഹിറുഹാ മിൻ ബാതിനിഹാ, അതിന്റെ അകത്തളങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ, യുറാ ലാഹിറുഹാ മിൻ ബാതിനിഹാ, അകത്തളങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന മനോഹരമായൊരു കൊട്ടാരം, മനോഹരമായ ഒരു മുറി അല്ലാഹു സ്വർഗീയ ലോകത്തവന് അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. വബാതിനുഹാ മിൻ ളാഹിരിഹാ, എന്നാൽ പുറത്തു നിന്ന് നോക്കുമ്പോ അതിന്റെ അകത്തളങ്ങളിലുള്ളതും വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന സ്ഫടികം പോലെയുള്ള ഒരു കൊട്ടാരം അല്ലാഹു പണിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലുള്ള ഓരോ ബിൽഡിങ്ങുകൾ നോക്കുമ്പോൾ എത്ര മനോഹരമാണ്, ഓരോ ഡിസൈനുകളിൽ, ഓരോ മനോഹാരിതയിൽ, അല്ലെ, ഹൃദയത്തെ ഹഠാത് ആകർഷിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ബിൽഡിങ്ങുകൾ.
നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ബിൽഡിങ്ങിൻ്റെ കഥ എന്താണ്? നമ്മുടെ നാട്ടിലുള്ള റോഡിൻ്റെ കഥ എന്താണ്? പിന്നെ ബ്രിഡ്ജിൻ്റെ കഥ എന്താണ്? ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ സന്തോഷം നൽകുന്ന രീതിയിൽ വളരെ ഭംഗിയായി സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അള്ളാഹു ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അള്ളാഹു ഇതിൻ്റെ ഭരണാധികാരികൾക്കൊക്കെ അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ഏതായാലും സ്വർഗീയ ലോകത്ത് മനോഹരമായൊരു ബിൽഡിംഗ്, മനോഹരമായൊരു മുറിയുണ്ട്. ആർക്കാണ് അത് ലഭിക്കുന്നത്? 4 കൂട്ടം ആളുകൾക്കാണ് അള്ളാഹു അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആർക്കാണത്? അഅദ്ദഹു തആല ലിമൻ അത്അമ അത്ആം. ഭക്ഷണം നന്നായി നൽകുന്ന ആളുകൾക്ക് അല്ലാഹു ഇങ്ങനെ ഒരു മുറി നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഭക്ഷണം നൽകണം, ചങ്ങാതിമാർക്ക് ഇടയ്ക്കിടെ ഭക്ഷണങ്ങൾ നൽകണം, കുടുംബക്കാർക്ക് വിളിച്ചുകൊണ്ട് സൽക്കരിക്കണം. നമ്മൾക്ക് സ്നേഹമുള്ളവർ, നമ്മോട് ബന്ധമുള്ള ആളുകൾ, അവരെയൊക്കെ വീട്ടിലേക്കോ മുറിയിലേക്കോ കൊണ്ടുപോയി ഭക്ഷണം നൽകുന്ന ആളുകൾ അല്ലാഹു അവർക്ക് സ്വർഗീയ ലോകത്ത് മനോഹരമായ ബിൽഡിംഗ് പണിതു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ വാലുകളോ പരിപാടികളോ നടക്കുമ്പോൾ ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരൊക്കെ മത്സരിക്കുന്നത്. വെറുതെയല്ല, അതൊന്നും വെറുതെയല്ല. നാട്ടുകാര് മത്സരിക്കാറുണ്ടല്ലോ. ലിമൻ അത്അമ അത്ആം. ഭക്ഷണം നൽകുന്ന ആളുകൾ അവിടെ ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, എല്ലാവർക്കും നമ്മൾ ഭക്ഷണം നൽകുക. ചങ്ങാതിമാർക്ക് നൽകണം, കുടുംബക്കാർക്ക് നൽകണം, നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഭക്ഷണം നൽകുമ്പോൾ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നൽകിയാൽ അല്ലാഹു സ്വർഗീയ ലോകത്തൊരു ഭവനം നൽകുകയാണ്. വളരെ നന്നായി സംസാരിക്കുന്ന ആളുകൾ, മറ്റൊരാളെ വെറുപ്പിക്കാതെ, മറ്റൊരാളെ വിഷമിപ്പിക്കാതെ, മറ്റൊരാളെ കുറിച്ചുള്ള കുറ്റങ്ങളെ പറയാതെ നല്ല രീതിയിൽ സൗമ്യമായി പെരുമാറുന്നവർ, നല്ല രീതിയിൽ സംസാരിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളോട് സൗമ്യമായ പെരുമാറ്റം, സൗമ്യമായ സംസാരം, ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കും അല്ലാഹു സ്വർഗീയ ലോകത്തൊരു മനോഹരമായ ഭവനം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് പരിശുദ്ധമായ നോമ്പുകൾ. റമളാനിലെ നോമ്പിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, പരിശുദ്ധമായ റമളാനിന്റെ നോമ്പിനെ കുറിച്ച് മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. റമളാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുകളോട് താല്പര്യം കാണിക്കുന്ന ആളുകൾ, നോമ്പ് പിടിക്കുന്ന ആളുകൾ, നോമ്പിനോട് താല്പര്യം കാണിക്കുന്ന ആളുകൾ, എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും തന്റെ കഴിവിന്റെ പരമാവധി നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും അല്ലാഹു സ്വർഗീയ ലോകത്ത് മനോഹരമായ ഒരു ഭവനം പണിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തൊന്നുമില്ലേ? വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധമായ പള്ളികളിൽ നിന്ന് മനോഹരമായ ബാങ്കിന്റെ വെളിയാളങ്ങൾ നമ്മുടെ കർണപടങ്ങളിലേക്ക് തുളച്ചു കയറുന്നതിന് മുമ്പ്, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മിനിമം ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും എണീറ്റുകൊണ്ട് ആരാണ് പടച്ച റബ്ബിന് വേണ്ടി നിസ്കരിക്കാൻ തയ്യാറാവുന്നത്? ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു നാളെ സ്വർഗീയ ലോകത്ത് സ്ഫടികത്താലുള്ള മനോഹരമായ ഒരു വീട് പണിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 കാര്യങ്ങൾ ചോദിച്ചാൽ പറയാൻ പറ്റുമോ ഏതൊക്കെയെന്ന്? ഓർമ്മയുണ്ടോ? ഒന്നാമത്തേത് പറഞ്ഞോളൂ. മാഷാ അല്ലാഹ്, ഭക്ഷണം നൽകുന്ന ആളുകൾ. രണ്ടാമത്തേത് അലാനൽ കലാം, സംസാരം സൗമ്യമായ രീതിയിൽ പെരുമാറുന്നവർ, സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്നവർ. 3 വതാബഅസിയാം, പരിശുദ്ധമായ നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ആളുകൾ. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ. ഇതിൽ ആദ്യത്തെ 2 വിദേശികൾക്കൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നവരാണ്, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുന്നവരാണ്. പിന്നെ മൂന്നാമത്തേതുണ്ടോ? ജോലിക്കിടയിൽ സുന്നത്ത് നോമ്പുകളൊക്കെ അനുഷ്ഠിക്കാറുണ്ടോ? ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ ദുആയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ പരിശുദ്ധമായ റമളാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന മാസമാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരു സ്വഹാബി ചോദിക്കുന്നു, നബിയെ, അള്ളാഹുവിന്റെ അടുത്ത് ചെന്നാൽ ഏറ്റവും
ഏറ്റവും ഉപകാരമുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ? പടച്ചറപ്പിന്റെ അടുത്തേക്ക് ഞാൻ കടന്നു പോകുമ്പോ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സഹാബി ചോദിക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, സും, നീ നോമ്പ് നോറ്റോ. നോമ്പാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, നോമ്പാണ്. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലും നോമ്പ് തന്നെ. സും, നീ നോമ്പ് നോറ്റോ. അസ്സൗമു ജുന്ന, നോമ്പ് എന്നാൽ അതൊരു പരിചയാണ്. അള്ളാഹുവിന്റെ നരകലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പരിച, അല്ലെ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള പരിചയാണ് നോമ്പ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരുടെ കൂട്ടത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ടല്ലോ. യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരുടെ കൂട്ടമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ സാധിക്കുമോ എങ്കിൽ ഫൽതസവ്വജ്, നിങ്ങൾ കല്യാണം കഴിക്കണം. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, പ്രായമെത്തുമ്പോൾ കല്യാണം കഴിച്ചാൽ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ ഉപകാരപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫറജ്, നമ്മുടെ ഗുഹ്യാവയവങ്ങൾ, നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഹറാമിൽ പെടാതെ, ഹറാമുകൾ ചെയ്യാതെ, ജീവിതത്തിൽ ഹറാമുകൾ വരാതെ സൂക്ഷിക്കാൻ, രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് പരിഹാരം പറഞ്ഞു തരുന്നത് പ്രായമായാൽ ഉടനെ കല്യാണം കഴിക്കണം. ഒരുപാട് നല്ലൊരു ജോലി വേണം, ഹൈ സ്കെയിൽ സാലറിയുള്ള ജോലി വേണം, ഒരു വീടെടുക്കട്ടെ, നാട്ടിൽ സ്ഥലം വാങ്ങട്ടെ, ഒന്ന് ഞാൻ സെറ്റിൽ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു മാറി നിൽക്കാതെ പ്രായമെത്തുമ്പോൾ കല്യാണം കഴിക്കുക. വആകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ്. അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. അല്ലാഹു നമ്മൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. യകൂനു ഫുഖറാ, നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സാമ്പത്തിക ശേഷി തരാം. എപ്പോഴാണ് സാമ്പത്തിക ശേഷി നൽകുന്നത്? നിങ്ങൾ സമയമാകുമ്പോൾ കല്യാണം കഴിക്കണം. നിങ്ങൾക്ക് പ്രായമെത്തിയാൽ കല്യാണം കഴിക്കണം. കയ്യിൽ പൈസയില്ലല്ലോ, സാമ്പത്തിക ശേഷിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീമമായ സംഖ്യകൾ ദൂർത്തടിച്ചുകൊണ്ട് ഭീമമായ സംഖ്യകൾക്ക് വേണ്ടി കാത്തിരിക്കാതെ കണ്ണ് നിയന്ത്രിക്കാനും ഗുഹ്യാവയവങ്ങളെ ഹറാമിലേക്ക് പോവാതെ നിയന്ത്രിക്കാനും വേണ്ടി ഒരാൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രതിസന്ധിയുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഞാൻ തരാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്താൽ പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അല്ലേ? അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഈ ഒരു വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം അവന്റെ കൂടെ എന്നും ഉണ്ടാകും. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഒരുപാട് സമയം വൈകി പിന്നെയാവട്ടെ ഞാനൊരു ബാച്ചിലറായി ഞാൻ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണത്തെ പിന്തിപ്പിക്കരുത് എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് ഇടയ്ക്കിടെ ഉണർത്താറുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരാ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ കല്യാണം കഴിക്കണേ. ഇനി ചെലവ് കൊടുക്കാൻ കഴിയില്ല, കല്യാണം കഴിഞ്ഞു ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ തീരെ കഴിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരമുണ്ട്. നിങ്ങൾ നോമ്പ് നോക്കണേ. ആ നോമ്പ് നിങ്ങൾക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ, തിന്മയിൽ നിന്ന് നിങ്ങളെ തടയാൻ ഈ നോമ്പിന് സാധിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധമായ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരമാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾക്കറിയാമല്ലോ. ഒന്നാമത്തെ മിമ്പറിൽ കയറി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ആമീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിലും കയറി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ആമീൻ എന്ന്. മൂന്നാമത്തേതിലും ആമീൻ എന്ന് പറഞ്ഞു. ഫലമ്മാ ഫറഗ മിൻ ഖുതുബതിഹി, ഖുതുബ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് താങ്കൾ 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഞാൻ മിമ്പറിന്റെ 1ാമത്തെ പടിയിൽ കാൽ വെച്ചപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹുല്ലാഹ്. ഒരാൾക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവസരം ലഭിക്കുകയും എന്നിട്ട് മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോൾ അല്ലാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തില്ലെങ്കിൽ ഫഅബ്അദഹുല്ലാഹ്, അല്ലാഹു അയാളെ അകറ്റട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ആമീൻ എന്ന് പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായോ? മാതാപിതാക്കളെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കെ വൃദ്ധരായ ഉമ്മയും ഉപ്പയും നമ്മൾക്കുണ്ട്. അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റാതെ നമ്മുടെ മാതാപിതാക്കൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടൂല. അങ്ങനെയാണെങ്കിലോ അല്ലാഹു അയാളെ അവന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞത് മുത്ത് റസൂലുള്ളാഹി തങ്ങളാണ്. ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കാതിരിക്കുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഞാൻ ഓർത്തു പോവാണ്, നമ്മുടെ മുൻ പ്രസിഡന്റ് മരിച്ചുപോയ കലാം, APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ ഭാര്യയോടുകൂടെ അദ്ദേഹത്തിന്റെ മകനോടുകൂടെ രാത്രി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു കരിഞ്ഞ ചപ്പാത്തിയുമായി ഡൈനിങ് ടേബിളിലേക്ക് കടന്നു വരുന്നത്. ഇത് കണ്ടപ്പോ തന്റെ ഭർത്താവും തന്റെ മകനും ടേബിളിൽ ഇരിക്കുന്നുണ്ട്, കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഈ ഒരു ചപ്പാത്തിയുമായി ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, കലാമിനോട് പറഞ്ഞു, ചപ്പാത്തി അല്പം കരിഞ്ഞു പോയി, സോറി, നിങ്ങൾ ക്ഷമിക്കണേ എന്ന്. അപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്, ഹണി, ഐ ലവ് ബേൺഡ് ചപ്പാത്തി, ഐ ലവ് ബേൺഡ് റൊട്ടി, എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടമെന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. 3 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഭാര്യ പോയി ഉപ്പയുടെ അടുത്തേക്ക്, കലാമിന്റെ പിതാവിന്റെ അടുത്തേക്ക് കലാം ചെല്ലുന്നു, APJ അബ്ദുൽ കലാം ചെല്ലുന്നു. എന്നിട്ട് പിതാവിനോട് ചോദിക്കുന്നു, അല്ല ഉപ്പ, നിങ്ങൾക്ക് കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ? ഉപ്പ പറഞ്ഞു, മോനെ, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതല്ല. നിന്റെ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് അധ്വാനിച്ചതല്ലേ, ഒരുപാട് ക്ഷീണിച്ചതല്ലേ. എന്നിട്ട് പാവം ഉമ്മയുടെ ചെറിയൊരു അശ്രദ്ധ ഉണ്ട്. ആ ഒരു ചപ്പാത്തി കരിഞ്ഞു പോയപ്പോ ഞാൻ ഉമ്മയോട് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സ് നോവിക്കൂലേ? ഉമ്മയുടെ മനസ്സിന് വേദന അനുഭവിക്കൂലേ? ഒരു ചപ്പാത്തി കരിഞ്ഞു പോയ ചപ്പാത്തി കഴിച്ചത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് നിന്റെ ഉമ്മയ്ക്ക് വിഷമമായാൽ അത് ഏറ്റവും വലിയൊരു വിഷമമല്ലേ? അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി ഇഷ്ടമുള്ളത് കൊണ്ട് പറഞ്ഞതല്ല, നിന്റെ ഉമ്മയ്ക്ക് വിഷമം വരരുത് എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് എന്ന് കലാമിന് അദ്ദേഹത്തിന്റെ പിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എങ്ങനെയാണ് ഒരു ഉമ്മയോട് പെരുമാറേണ്ടത് എന്ന്. നമ്മളും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ്. ഭാര്യമാരോട് നമ്മൾ അങ്ങനെ പെരുമാറണം, മക്കളോട് പറയണം ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറാൻ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, മൻ അദ്റക അബവൈ, സ്വന്തം മാതാപിതാക്കളെ വാർദ്ധക്യ സമയത്ത് ഒരാൾക്ക് ലഭിക്കുകയും അവരെ സംരക്ഷിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു, എന്നിട്ട് അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ, ഇതിന്റെ ആശയം എന്താണ്? ഈ പറഞ്ഞതുകൊണ്ട് അതിന്റെ മറ്റൊരർത്ഥം അവിടെയുണ്ട്. അത് മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ ഒരാൾ സംരക്ഷണവും പരിപാലനവും നൽകിയാൽ അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. വ്യംഗ്യമായി ഈ പരിശുദ്ധമായ ഹദീസ് സൂചിപ്പിക്കുന്നത്, ഒരാൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ, അള്ളാഹു നമ്മുടെ കുറ്റങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. മൻ അദ്റക ശഹ്റ റമളാൻ, പരിശുദ്ധ റമളാനിൽ ഒരാൾക്ക് നിസ്കരിക്കുവാനും നോമ്പ് പിടിക്കുവാനും അവസരം ലഭിച്ചു. അങ്ങനെ റമളാൻ കഴിഞ്ഞു പോയി, പെരുന്നാളിന്റെ ദിവസമായി, ഫലം യുഗ്ഫർ ലഹ്,
അള്ളാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തില്ലെങ്കിൽ അള്ളാഹു അയാളെ അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണം. പരിശുദ്ധമായ റമളാൻ മാസം നമ്മോട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം, എന്റെ പാപങ്ങൾ അള്ളാഹു നമ്മൾക്ക് പുറത്തു തന്നിട്ടുണ്ടോ? എന്റെ കുറ്റങ്ങൾ അള്ളാഹു എനിക്ക് മാപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, ആ റഹ്മത്താണല്ലോ സ്വർഗം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റമളാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒന്നിനും ശ്രമിക്കണ്ട. റമളാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കണം. ഇൻ കേസ് അള്ളാഹു പുറത്തു തന്നില്ലേ എങ്കിലും നമ്മൾക്ക് പ്രതികൂലമാണ്. സ്വർഗത്തിൽ നിന്ന് വരെ അള്ളാഹു മാറ്റി നിർത്താൻ അത് കാരണമാവും. അതുകൊണ്ട് നമ്മുടെ റമളാനിലുള്ള പരിശ്രമം എന്തിനായിരിക്കണം? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ്. ഒരുപാട് തൗബ ചെയ്യുക. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസം എന്നർത്ഥം ഈ റമളാനിനുണ്ടെന്നാണ്. തിന്മകളെ കരിച്ചു കളയുന്ന മാസം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുമാറാവട്ടെ. ഒരു കുറ്റമില്ലാതെ, ഒരു തെറ്റില്ലാതെ റമളാൻ കഴിഞ്ഞ് ഉമ്മ പെറ്റ മക്കളെ പോലെ നല്ല നിഷ്കളങ്കരായ, കളങ്കമില്ലാത്ത ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ അധ്വാനം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനായിരിക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രയത്നങ്ങൾ, അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ അധ്വാനങ്ങളും. സ്വതക്കകൾ കൊടുക്കുമ്പോൾ തിന്മകൾ മായ്ക്കപ്പെടും. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുമ്പോഴും നമ്മുടെ തിന്മകൾ അള്ളാഹു മായ്ച്ചു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളിൽ ഒക്കെ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും ശഅബാനിന്റെ അവസാനത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു വിശാലമായ ഒരു പ്രഭാഷണമുണ്ട്. ഞാൻ സമയത്തിന്റെ ദൈർഘ്യം ഭയന്നുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അല്പം ചില ഭാഗങ്ങൾ ഞാൻ പറയാൻ. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറ യൗമിൻ മിൻ ശഅബാൻ. ശഅബാനിന്റെ അവസാന ദിവസം വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഒരു പ്രഭാഷണം നടത്തി. ഏകദേശം ഇതേപോലെയുള്ളൊരവസരത്തിൽ, ഇതേപോലെയുള്ള ഒരു സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഒരു പ്രഭാഷണം നടത്തുകയാണ്. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങൾക്കിതാ വളരെ മഹത്വമായ മാസം വന്നിരിക്കുകയാണ്. ആ മാസത്തിൽ 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള ഒരു രാത്രി വരാനുണ്ട്. ആ രാത്രിയിലുള്ള ഒരു സുന്നത്ത് നിസ്കാരത്തിന് ഫർള് നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠതയുണ്ട്. ആ രാത്രിയിൽ ഒരാൾ ഫർള് നിസ്കരിച്ചാൽ 70ഓളം ഫർള് നിസ്കരിച്ച പ്രതിഫലങ്ങൾ അല്ലാഹു അയാൾക്ക് നൽകാൻ പോവുകയാണ്. വഹുവ ശഹ്റുസ് സബ്രി, അത് ക്ഷമയുടെ മാസമാണത്. വസ്സബ്റു സവാബുൽ ജന്ന, ഒരാൾ ക്ഷമിച്ചാൽ അല്ലാഹു അയാൾക്ക് നൽകാൻ പോകുന്നത് സ്വർഗ്ഗമാണ്. റമളാൻ എന്നാൽ അത് ക്ഷമയുടെ മാസമാണ്. ഒരാൾ ക്ഷമിച്ചാൽ അയാൾക്ക് അല്ലാഹു നൽകുന്നത് സ്വർഗ്ഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഈ പരിശുദ്ധമായ മാസത്തിൽ നോമ്പ് തുറപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു സുവർണാവസരം തരട്ടെ. 30 ദിവസമാണ് റമളാനെങ്കിൽ ഒരു 60 നോമ്പ് പിടിച്ച പ്രതിഫലം ലഭിക്കാനുള്ളൊരവസരം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. എങ്ങനെയാണിത് സാധിക്കുക? ആകെ 30 ദിവസമുള്ളൂ, 60 നോമ്പ് നോക്കിയ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ഫത്തറ ഫീഹി സായിമാ, ഏതെങ്കിലും ഒരാൾ നോമ്പ് നോറ്റ ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ തന്റെ വീട്ടിലേക്കോ തന്റെ റൂമിലേക്കോ ഒന്ന് വിളിച്ചാൽ, മൻ ഫത്തറ സായിമൻ, നോമ്പുകാരൻ ഒരു വെള്ളമോ ഒരു കാരക്കയോ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായാൽ, ഇവിടെ പള്ളിയിലായിരിക്കും നോമ്പ് തുറല്ലേ, അറബികൾക്ക് കൂലി കിട്ടും, നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുമോ? അപ്പൊ ഇവിടെ അതിനൊരു അവസരമില്ലേ? എങ്കിൽ വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും അയച്ചു കൊടുക്കുക. എന്നിട്ട് ഭാര്യയോടും മക്കളോടും പറയാ, എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും നോമ്പ് തുറ നൽകണം. ഒന്നുകിൽ അയൽവാസി, അനുജൻ, ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർക്ക് നൽകുമ്പോൾ 2 പ്രതിഫലമാണ്. ഒന്ന് കുടുംബബന്ധം പുലർത്തിയതിന്റെ, 2 നോമ്പ് തുറപ്പിച്ചതിന്റെ. അയൽവാസിക്ക് കൊടുക്കുമ്പോൾ 2 പ്രതിഫലമാണ്. ഒന്ന് അയൽവാസിയെ അവനോടുള്ള ബാധ്യത വീട്ടിയതിന്റെ പ്രതിഫലം, പിന്നെ അയാളോടുള്ള അള്ളാഹു നോമ്പ് തുറപ്പിച്ചതിന് അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലം.
ഇനി അയൽവാസി കുടുംബക്കാരനാണെങ്കിലോ 3 പ്രതിഫലമാണ്. 1 കുടുംബ ബന്ധം, 2 അയൽവാസി ബന്ധം, 3 നോമ്പ് തുറപ്പിച്ചതിന്റെ പ്രതിഫലം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഫത്തറ ഫീഹി സായിമാ, ഈ മാസത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് നോമ്പ് തുറപ്പിക്കാൻ ഒരു അവസരം നൽകി മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി, അയാളുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകും. ഈ റമളാൻ കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പരിശുദ്ധമായ റമളാൻ മാസം കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം എന്നല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ. ആ പാപങ്ങൾ പുറത്തു തരാനുള്ള ഒരു വഴിയാണ് ഒരാൾക്കെങ്കിലും നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഒരു അവസരം നൽകണം. പറ്റൂലേ? ഒരാൾക്കെങ്കിലും നമ്മൾ നോമ്പ് തുറപ്പിക്കാൻ ഒരവസരം നൽകിയാൽ നമ്മൾക്ക് പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അത് കാരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിട്ടില്ല, വകാന ലഹു മിസ്ല അജ്രിഹി മിൻ ഗൈരി അൻ യുൻഖസ മിൻ അജ്രിഹി ശൈഅ. ആരെയാണോ നോമ്പ് തുറപ്പിക്കാൻ വീട്ടിലേക്കോ റൂമിലേക്കോ ക്ഷണിച്ചത്, അയാൾ നോമ്പ് നോറ്റാൽ അല്ലാഹു അയാൾക്ക് നൽകാൻ പോകുന്ന പ്രതിഫലമുണ്ടല്ലോ, അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും അല്ലാഹു നൽകുമെന്ന് ലോകത്തിന്നെ വരെ നുണകൾ പറഞ്ഞിട്ടില്ലാതെ പറഞ്ഞതെല്ലാം പുലർന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരാൾക്ക് നോമ്പ് തുറ നൽകിയാൽ 2 നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ്. ഒരു മാസത്തിൽ 30 ദിവസങ്ങളിൽ ഓരോ ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ട് നോമ്പ് തുറ നൽകിയാൽ 60 നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ്. അതേപോലെ എല്ലാ ദിവസങ്ങളിലും 5-6 ആളുകൾക്ക് നോമ്പ് തുറക്കാൻ അവസരം നൽകിയാൽ അല്ലാഹു നൽകാൻ പോകുന്നത് ഒരുപാട് ആളുകൾ നോമ്പ് നോറ്റ പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നമ്മൾക്കൊക്കെ സംശയമുള്ളത്, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാനിവിടെ കഷ്ടപ്പെട്ട് 1000-നും 1500-നും ജോലി ചെയ്യാൻ എനിക്കെങ്ങനെയാ പ്രതിഫലം ലഭിക്കുക? വലിയ വലിയ മുതലാളിമാർ 10,000-ന് മുകളിലൊക്കെ സാലറി വാങ്ങിക്കുന്ന ആളുകൾ, അവർക്ക് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയാണ് സഹായിക്കുക? എനിക്ക് അവർക്ക് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലങ്ങൾ ലഭിക്കില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലൈസ കുല്ലുനാ നജ്ദു മാ നഫ്തിറു സ്സായിം, നോമ്പ് തുറപ്പിക്കാനുള്ള ശേഷിയോ സാമ്പത്തിക ശേഷിയോ ഞങ്ങൾക്കില്ല നബിയേ. നബി തങ്ങൾ പറഞ്ഞു, അത് വിഷയമല്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കാരക്കയുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നോമ്പ് തുറപ്പിക്കണം, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനത് മതിയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ചില വഴിയുണ്ട്, നാട്ടിലൊക്കെ പള്ളിയിൽ നോമ്പ് തുറ നടക്കാറുണ്ട്. നമ്മുടെ വക എന്താവണം? ഈത്തപ്പഴം, ഈ വർഷത്തേക്കുള്ള ഈത്തപ്പഴം എൻ്റെ വക കൊടുത്തൂടെ? കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലേ? കാസർഗോഡ് ജില്ലയിൽ നമ്മൾക്കൊക്കെ അഭിമാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഞാൻ പഠിച്ചത് മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിലാണ്. അതേപോലെ ചട്ടഞ്ചാൽ നമ്മുടെ ദാറുൽ ഹുദയുടെ സഹസ്ഥാപനമുണ്ട്. അതേപോലെ ബദിയടുക്കയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. നമ്മളൊക്കെ സഹായിക്കുക. പ്രത്യേകിച്ചിട്ട് റമളാൻ മാസത്തിലൊക്കെ നമ്മുടെ സ്വതക്കകൾ ചില ആളുകൾക്കൊക്കെ നൽകാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, നമ്മൾക്ക് നിരന്തരമായി ശ്രേഷ്ഠത ലഭിക്കുന്ന ചില അമലുകളുണ്ട്. മരിച്ചാലും അണമുറിയാതെ, ഒരിക്കലും മുറിഞ്ഞു പോവാതെ, ഒരിക്കലും നഷ്ടപ്പെടാതെ നിരന്തരമായി ഖബറിലേക്ക് വരുന്ന ചില നന്മകളിൽ പെട്ടതാണ് ദീനീ സ്ഥാപനത്തിലേക്ക് വേണ്ടി നമ്മൾ വല്ലതും കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ KMCCയുടെ പരിപാടിയാണ്, കഴിയുന്ന ആളുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിലുള്ള ആ ഒരു സ്ഥാപനം അള്ളാഹു വാനോളം ഉയർത്തട്ടെ. അതിന് ചെയ്യുന്ന സഹായങ്ങളൊക്കെ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ തങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ലേ? വലിയൊരു നോമ്പ് തുറ അല്ലെ, ഫ്രൂട്ട്സും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. അതിനൊന്നും പറ്റുന്നില്ല, കുഴപ്പമില്ല, ഒരു കാരക്ക കൊടുക്ക്, നിങ്ങൾക്കത് മതി നാളെ രക്ഷപ്പെടാൻ.
കാരൊക്കെ കൊടുക്കാനും പൈസ ഇല്ലേ? വെള്ളമുണ്ടല്ലോ വീട്ടില് അല്ലേ? വിദേശ രാജ്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാടൊക്കെ വിദേശ രാജ്യമാവാൻ പോവാണ് അല്ലേ? ഇവിടൊക്കെ ഫുള്ള് പച്ചപ്പാണ്. ആ മരുഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ കേട്ടു, ഞാനൊരു പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഓൺലൈൻ പത്രത്തിൽ, മഴ വരാൻ സൗകര്യമുണ്ടാകുന്നൊരു പർവ്വതം ഇവിടെ നിർമ്മിക്കാൻ പോവാണെന്ന്. അല്ലാഹു ആലം, ഞാനൊരു ഓൺലൈൻ പത്രത്തിൽ വായിച്ചതാണ്. അപ്പോൾ അവസാനം നമ്മുടെ നാടൊക്കെ ഗൾഫ് പോലെ ആവും, ഇവിടെ നാട് പോലെ ആവുമോ എന്ന് സംശയിച്ചു പോവാണ് അല്ലെ? ഫുള്ള് പച്ചപ്പും മനോഹാരിതയും എല്ലാം ഉണ്ട്. അല്ലാഹു നിലനിർത്തട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ വെള്ളം കൊടുക്കുക. കാരൊക്കെ കൊടുക്കാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല, നീ വെള്ളം കൊടുക്ക്, അതും നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ അശ്ബഅ സായിമൻ സഖാഹുല്ലാഹ്, ഏതെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കാൻ ഒരാൾ തയ്യാറായാൽ, സഖാഹുല്ലാഹു മിൻ ഹൗലി ശുർബതൻ ലാ യൽമഉ ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ അയാൾക്ക് ദാഹമുണ്ടാവൂല, എന്റെ ഹൗലിൽ നിന്ന് അയാൾക്ക് അല്ലാഹു കുടിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പ്രസംഗിക്കുകയാണ്, പ്രഭാഷണം നടത്തുകയാണ്. റമളാനിന്റെ തൊട്ടു മുമ്പുള്ള പ്രഭാഷണമാണിത്. ഇതേപോലെയുള്ള ഒരു സദസ്സാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്താ? ഏതെങ്കിലും ഒരാൾക്ക് നോമ്പ് തുറക്കാൻ ഒരു അവസരം നൽകിയാൽ, മഅ്ശറയിൽ എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ എന്റെ ഹൗലിൽ നിന്ന് അയാൾക്ക് ഞാൻ വെള്ളം കൊടുക്കും, പിന്നെ സ്വർഗത്തിലേക്ക് കടക്കുന്നത് വരെ അയാൾക്കൊരു ദാഹവും ഉണ്ടാവൂല. പടച്ച റബ്ബേ, അങ്ങനെയുള്ള ആളുകളിൽ ഞങ്ങൾ പെടുത്തണേ റബ്ബേ. അല്ലാഹു നമ്മൾ പെടുത്തട്ടെ. പടച്ച റബ്ബേ, ഈ ഒരു സദസ്സൊക്കെ രക്ഷപ്പെടാൻ ഈ ഒരു കാരണമാക്കണേ അല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. വസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ. 4 കാര്യം റമളാൻ വന്നാൽ നിങ്ങൾ അധികരിപ്പിക്കണം. ഏതൊക്കെയായിരിക്കുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പറഞ്ഞോളി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്തക്സിറൂ ഫീഹി മിൻ അർബഅതി ഖിസാൽ. 4 കാര്യം പരിശുദ്ധമായ റമളാൻ വന്നാൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് നമ്മോട് പഠിപ്പിക്കുകയാണ്. ഖസ്ലതാനി തുർലൂന ബിഹിമാ റബ്ബക്കും. 2 കാര്യം ചെയ്താൽ അല്ലാഹു നിങ്ങളെ വല്ലാതെ സ്നേഹിക്കും. അല്ലാഹുവിന്റെ സ്നേഹം വേണ്ടേ? അല്ലാഹുവിന്റെ ഇഷ്ടം വേണ്ടേ? അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, പിന്നെ അയാൾക്ക് എന്തിനാണ് വിഷമം? പിന്നെ അയാൾക്ക് എന്തിലെങ്കിലും ഒരു വിഷമം അനുഭവിക്കുകയോ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുകയോ ഇല്ല. നമ്മൾക്ക് വേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ആ ഒരു തൃപ്തി വേണോ എങ്കിൽ 2 കാര്യം പരിശുദ്ധമായ റമളാനിൽ നിങ്ങൾ അധികരിപ്പിക്കണം. ഖസ്ലതാനി തുർലൂന ബിഹിമാ റബ്ബക്കും. നിങ്ങളുടെ റബ്ബായ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യം. വഖസ്ലതാനി ലാ ഗിനാ ബികും അൻഹുമാ. മറ്റേ 2 കാര്യം നിങ്ങൾക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്, അത്യാവശ്യമുള്ള 2 കാര്യം. അങ്ങനെ 4 കാര്യം പരിശുദ്ധമായ റമളാൻ വന്നാൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ 4 കാര്യം? ഫഅന്നൽ ഖസ്ലതാനില്ലതാനി തുർലൂന ബിഹിമാ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുന്ന, നിങ്ങളുടെ റബ്ബിന്റെ തൃപ്തി നിങ്ങൾ ചോദിച്ചു വാങ്ങുന്ന 2 കാര്യം ഏതെന്നറിയോ? ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കലാണത്. വതസ്തഗ്ഫിറൂന, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കലാണത്. 2 കാര്യം ഏതാണ്? 1 ഷഹാദത്ത് കലിമ ചൊല്ലണം, 2 അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലണം. ഈ 2 കാര്യം പരിശുദ്ധമായ റമളാനിൽ നമ്മൾ അധികരിപ്പിച്ചാൽ അല്ലാഹു ഞങ്ങളെ ഇഷ്ടപ്പെടും, അല്ലാഹു ഞങ്ങളെ സ്നേഹിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി 2 കാര്യം ബാക്കിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 2 കാര്യം ബാക്കിയുണ്ട്. വഅമ്മല്ലതാനി ലാ ഗിനാ ബികും അൻഹുമാ. നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യം ഏതാ? അതുകൊണ്ട് അല്ലാഹുവിന് നേട്ടമില്ല, അല്ലാഹുവിന് യാതൊരു ഉപകാരവുമില്ല, നിങ്ങൾക്കാണ് അതുകൊണ്ടുള്ള നേട്ടം. അങ്ങനെയുള്ള 2 കാര്യം ഏതാണെന്നറിയോ? ഫതസ്അലൂനല്ലാഹൽ ജന്ന. അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കണം. അല്ലാഹുവിനോട് നമ്മൾ സ്വർഗ്ഗം ചോദിക്കണം. ആർക്കാണ് അതുകൊണ്ട് ഉപകാരം? ആർക്കാ? നമ്മൾക്കല്ലേ?
2 കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂലേ. ആ 2 കാര്യം, ഒന്ന് സ്വർഗം ചോദിക്കുക. നമ്മുടെ അൾട്ടിമേറ്റ് എയിം അത് സ്വർഗത്തിലേക്ക് എത്തുക എന്നതല്ലേ. നമ്മുടെ ലക്ഷ്യം എന്താ? അത് സ്വർഗത്തിലെത്തുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2 കാര്യം, ഒന്ന് സ്വർഗത്തിലെത്തണം എന്നതാണ്. അപ്പൊ രണ്ടാമത്തേത് ഏതായിരിക്കും? മാഷാ അല്ലാഹ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. വതഅവ്വദൂന ബിഹി മിനന്നാർ. രണ്ടാമത്തെ കാര്യം, നരകത്തിൽ നിന്ന് നിങ്ങൾ അഭയം തേടണം. അതാണല്ലോ നമ്മൾ ചൊല്ലുന്ന ദിക്ർ. ഒന്നെണീറ്റ് നിന്നിട്ട് ഉറക്കെ ചെല്ലല്ലേ. ഒന്നെണീറ്റ് നിൽക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 3 തവണ. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ 4 കാര്യം. ഒന്ന്, അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ദൈവമില്ല, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ എന്നർത്ഥമുള്ള ഇസ്തിഗ്ഫാറിന്റെ ദിക്റാണത്. ഈ 2 കാര്യം നമ്മൾ ആവർത്തിച്ചാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. മറ്റു 2 കാര്യം, അസ്അലുകൽ ജന്ന. അള്ളാഹുവേ, നീ എനിക്ക് സ്വർഗം നൽകണം. വഅഊദു ബിക മിനന്നാർ. നരകം എനിക്ക് തരുകയും ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, പരിശുദ്ധമായ റമളാനിൽ ഓരോ 10 ഓരോ ദിക്റാണ് അല്ലേ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി. അതേപോലെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഓരോ 10നും ഓരോ പ്രത്യേകമായ ദിക്റുകളാണല്ലോ. എന്നാൽ ഈ ദിക്ർ പ്രത്യേകമായ ഒരു 10ന്റെ ദിക്റല്ല, 1 മുതൽ 30 വരെ ചൊല്ലേണ്ട ദിക്റാണ്. എന്തേ അതിന്റെ കാരണമെന്നറിയോ? വസ്തഗ്ഫിറൂ. റമളാൻ 1 തുടങ്ങിയാൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അതിന് പ്രത്യേകമായ കണക്കുകളോ പ്രത്യേകമായ ലിമിറ്റുകളോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ റമളാൻ തുടങ്ങിയാൽ അധികരിപ്പിക്കണേ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പാണ്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു കാരണമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് റമളാൻ 1 തുടങ്ങിയാൽ ഉടനെ നമ്മൾ ചൊല്ലുക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹു നമ്മളെ സ്വർഗീയ ലോകത്തേക്ക് ഇതേപോലെ കടന്നു പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. നരകത്തിൽ ഒരു നിമിഷം പോലും കടക്കാതെ സ്വർഗത്തിലേക്ക് ഭാര്യ സന്താനങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ഉസ്താദുമാരോടൊപ്പം കുടുംബങ്ങളോടൊപ്പം കടന്നു പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ 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 പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചു, നോമ്പ് 3 വിധമാണ്, 3 രീതിയിലാണ് നോമ്പുള്ളത്. ഒന്ന് സൗമുൽ ഉമൂം, അതൊരു പൊതു നോമ്പാണത്. രണ്ടാമത്തേത് സൗമുൽ ഖുസൂസ്, അത് വിഐപികളുടെ നോമ്പാണ്. പ്രധാനപ്പെട്ട ചില അതിഥികളുടെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ നോമ്പാണത്. മൂന്നാമത്തേത് സൗമു ഖുസൂസിൽ ഖുസൂസ്, വിഐപികളുടെ നോമ്പാണത്. ആരാണ് സൗമുൽ ഉമൂം എന്ന് പറഞ്ഞാൽ? പൊതുനോമ്പ്, ഒന്നാമത്തെ നോമ്പ് 3 വിഭാഗം ആളുകളാണ് പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നോക്കുന്നത്. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. റമളാൻ കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ നോമ്പ് നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് കാണാൻ പറ്റുമോ എന്നറിയാൻ ഈ ഒരു 3 വിഭാഗത്തെ നമ്മൾ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ വിഭാഗം സൗമുൽ ഉമൂം, അതൊരു പൊതു നോമ്പാണ്. ആ നോമ്പ് സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല, സ്വീകരിക്കാനുള്ള സാധ്യത തന്നെ കുറവാണ്. ഏകദേശം 100ൽ 1% സാധ്യത മാത്രമേ ആ നോമ്പിലുള്ളൂ. സൗമുൽ ഉമൂം എന്താണ് ആ നോമ്പ് എന്ന് പറഞ്ഞാൽ വഹുവ കഫുൽ ബത്നി, അത് നമ്മുടെ വയറിനെ നമ്മൾ പിടിച്ചു വെക്കുക. വയറ്റത്തേക്ക് വെള്ളമോ
ഭക്ഷണമോ പാനീയങ്ങളോ നൽകാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പള്ളയെ, നമ്മുടെ വയറിനെ നമ്മൾ മാറ്റിവെക്കുക. വൽ ഫർജി, നമ്മുടെ ഗുഹ്യാവയവങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. അൻ ഖളാഇ ശഹവ, പകൽ സമയങ്ങളിൽ ഭാര്യയുമായി സമീപിക്കാതെ നമ്മുടെ ഗുഹ്യാവയവങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക. റമളാൻ വരുമ്പോൾ വിചാരങ്ങളുള്ള ആളുകളാണല്ലോ നമ്മളൊക്കെ. ഭാര്യയുമായി സമീപിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഹലക്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ നശിച്ചുപോയി നബിയെ, ഞാൻ നശിച്ചുപോയി നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൈഫ ഹലക്ത, എങ്ങനെയാണ് നീ നശിച്ചത്, നീ നശിക്കാനുള്ള കാരണം എന്ത് എന്ന് ആ സ്വഹാബിയോട് നബി തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, പരിശുദ്ധമായ റമളാനിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തി നബിയെ, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഓടി വരികയാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ അങ്ങനെ ചെയ്തോ? അതേ നബിയെ, ഞാൻ അങ്ങനെ ചെയ്തു. വീണ്ടും ചോദിച്ചു, നീ എങ്ങനെ ചെയ്തോ? ഫഅൽത കദാ ഫഅൽത കദാ, അങ്ങനെ ചെയ്തോ എന്ന് 3 പ്രാവശ്യം അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്. അതേ നബിയെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാൽ പരിശുദ്ധമായ ദീനിന്റെ നിയമം നിന്നോട് ഞാൻ പറയാൻ പോവുകയാണ്, സ്വീകരിക്കാൻ നീ തയ്യാറാണോ? അയാൾ പറഞ്ഞു, അതേ റസൂലേ, യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറാണ്. ഫഅതിക റഖബ, എങ്കിൽ നീ ഒരു അടിമയെ മോചിപ്പിക്കണം, ഒരു മുസ്ലിമായ അടിമയെ നീ മോചിപ്പിക്കണം. നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തിയതിന്റെ പേരിൽ നീ ഒരു അടിമയെ മോചിപ്പിച്ചാൽ അള്ളാഹു നിനക്ക് മാപ്പ് നൽകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത്, തന്റെ പിരടിയിൽ കൈവച്ചു, നബിയെ, ഈ പിരടിയല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ എങ്ങനെ അടിമയെ മോചിപ്പിക്കും? എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഞാനാണ്, എന്നല്ലാതെ വേറെ ആരെങ്കിലും എനിക്ക് മോചിപ്പിക്കാൻ പറ്റൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നബി എനിക്കതിന് പറ്റൂല എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എങ്കിൽ 2 മാസക്കാലം നോമ്പ് പിടിച്ചോ, നീ 2 മാസക്കാലം നോമ്പെടുക്കണേ എന്ന് ആ സഹോദരനോട് നബി തങ്ങൾ പറയുകയാണ്. ആ പണിക്കൊന്നാൽ നിൽക്കല്ലേ, 2 മാസക്കാലം തുടർച്ചയായി നോമ്പെടുക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഒരു ദിവസം നോമ്പെടുത്തപ്പോഴാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്, ഒരു ദിവസം നോമ്പെടുത്തപ്പോഴാണ് എനിക്ക് ഈ അവസ്ഥയുണ്ടായത്. ഇനി 2 മാസക്കാലം നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബിയെ? നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നബി തങ്ങളോട് ചോദിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തോ? നബിയെ, ഈ നാട്ടിൽ എന്നെക്കാൾ വലിയൊരു മിസ്കീൻ എനിക്ക് കാണാനേ ഇല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ മിസ്കീൻ ഞാൻ തന്നെയാണ്. എന്നെക്കാളും പാവപ്പെട്ട ഒരാൾ എനിക്ക് കണ്ടെത്താനേ കഴിയില്ല. അത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയും എനിക്കില്ല. നബി തങ്ങൾ പറഞ്ഞു, നീ നേരെ ചെല്ലണം, ഇന്ന ആളുടെ വീട്ടിൽ ചെന്നാൽ അയാൾ നിനക്ക് കൊടുക്കേണ്ട ഭക്ഷണം തരും. അയാൾ പോയി ഭക്ഷണവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. യാ റസൂലല്ലാഹ്, എന്നാൽ ഇന്ന സഹോദരൻ ആ മിസ്കീന്മാർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എനിക്ക് തന്നിട്ടുണ്ട് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ നീ അത് കൊടുത്തോ? നബി തങ്ങളോട് സഹോദരൻ പറഞ്ഞു, നബിയെ, ഈ മദീനയുടെ ചുറ്റുവട്ടങ്ങളിൽ എന്നെക്കാൾ സാമ്പത്തിക ശേഷിയില്ലാത്ത, എന്നെക്കാൾ ദരിദ്രനായ ഒരാളെയും എനിക്ക് കണ്ടെത്താനേ കഴിയുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ, ഈ ഭക്ഷണം നീ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴികൾ പറഞ്ഞു തരികയാണ്. ചില ആളുകളോട് ഫത്വ ചോദിക്കാൻ പോയാ, ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തിയോ, നിന്റെ നോമ്പ് പോയി, നിന്നെ അല്ലാഹു സ്വീകരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടാ വിടുക. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. ഇന്നമദ്ദീനു യുസ്റുൻ, ദീൻ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്. അതിന് നിങ്ങൾ എന്താക്കണ്ട, കുടുസാക്കണ്ട.
മസലകളും ഫത്വകളൊക്കെ ചില ആളുകൾ പറയുമ്പോൾ ഏറ്റവും കട്ടിയുള്ള ഫത്വ ഏതാ അതാ കൊടുക്കുക, എന്നാൽ അതല്ല കൊടുക്കേണ്ടത്. ഏറ്റവും എളുപ്പമുള്ള ഫത്വ ഏതാണ്, ആളുകൾക്ക് സ്വീകരിക്കാൻ ഏറ്റവും പ്രയാസമില്ലാത്ത ഫത്വ ഏതാണ്, അതാണ് മുഅ്മിനീങ്ങളായ ആളുകൾ കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹി തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, വികാരങ്ങളെ, ശാരീരിക താല്പര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക, വയറ്റത്തേക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താതിരിക്കുക, ഇതാണ് ഒന്നാമത്തെ വിഭാഗത്തിന്റെ നോമ്പ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, സൗമുൽ ഉമൂം, ഒന്നാമത്തെ വിഭാഗത്തിന്റെ നോമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താതിരിക്കുക. ഈ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗന്മാരാണ് സൗമുൽ ഖുസൂസ്. അതൊരു വിഐപികളാണ്, അതിനെക്കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. മൂന്നാമത്തെ വിഭാഗം സൗമു ഖുസൂസിൽ ഖുസൂസ്, അത് വിഐപികളുടെ നോമ്പാണ്. ആ നോമ്പ് നമ്മൾക്കെടുക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, പറ്റുമോ എന്ന് നോക്കണം. അള്ളാഹുവിനെ കുറിച്ചല്ലാതെ വേറെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത വന്നാൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും. അങ്ങനെ സാധിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ഈ നോമ്പ് സ്വീകാര്യമാണെന്ന് ഉറപ്പാണ്. എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടുകളിലാണ് ഈ നോമ്പുകാർ ഇരിക്കുന്നത്. പക്ഷേ ഈ നോമ്പുകാർ ആരാണ്? അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, അൽ-ഐനാനി തനാമാൻ, എന്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എന്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എന്റെ ഹൃദയം ഉറങ്ങുന്നില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്. അള്ളാഹുവിനെ കുറിച്ചല്ലാതെ വേറെ ഒരു ചിന്ത പ്രവാചകന്മാർക്കില്ലേ ഇല്ല. അവർ വേറെ ഒരു ചിന്ത ചിന്തിക്കാറേ ഇല്ല. അവരുടെ ഹൃദയങ്ങൾ സദാസമയവും പടച്ച റബ്ബുമായി ബന്ധിച്ചു നിൽക്കുകയാണ്. എങ്ങാനും ഒരു സെക്കൻഡ് അള്ളാഹുവോടുള്ള ചിന്ത വന്ന് മാറിപ്പോയാൽ അവരുടെ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നോമ്പ് നമ്മൾക്ക് സാധിക്കുകയേ ഇല്ല. എന്നാൽ ഇനി നമ്മൾക്ക് സാധിക്കുന്ന നോമ്പുണ്ട്, അതാണ് സൗമുൽ ഖുസൂസ്. അത് വിഐപികളുടെ നോമ്പാണ്. ഈ നോമ്പ് സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇനി അത് ശ്രദ്ധിക്കുക. ഒരു 6 കാരണങ്ങൾ മഹാനായ ഗസാലി ഇമാം പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് അബുദാബിയിലും ദുബായിലുമൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അല്പം പ്രയാസമാണ്. എന്താണ് കാരണം? ഒന്നാമത്തേത് പറഞ്ഞത് ഗള്ളുൽ ബസ്വരി, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മളോട്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, നോമ്പ് നോറ്റ ദിവസവും നോമ്പ് നോക്കാത്ത ദിവസവും ഒരുപോലെ ആവാൻ പാടില്ല. വലാ യജഅൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാ, നീ നോമ്പ് നോക്കുന്ന ഈ ശഅബാനിലുള്ള ദിവസങ്ങളും ഇനി വരാനിരിക്കുന്ന പരിശുദ്ധമായ റമളാനിലെ ദിവസങ്ങളും ഒരുപോലെ ആവാൻ പാടില്ല. ഇന്ന് നമ്മൾ ഹറാമ് കാണാറുണ്ടെങ്കിൽ റമളാൻ ആകുമ്പോഴേക്കും കണ്ണിനെ നിയന്ത്രിച്ചേ പറ്റൂ. ഈ ശഅബാനിൽ ജീവിക്കുന്നത് പോലെ പരിശുദ്ധമായ റമളാനിലും ജീവിക്കാൻ പാടില്ല. ഒരു ചേഞ്ച് ഉണ്ടാവണം റമളാൻ ആകുമ്പോഴേക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. സലഫുസ് സാലിഹീങ്ങളായ ആളുകൾ പറയുന്നുണ്ട്, ഇന്ന അഹ്ദന സിയാം, എളുപ്പമുള്ള നോമ്പ് തർക്കുശ്ശറാബി വത്ത്വാം, വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള നോമ്പാണ്. അതുപോലും നമ്മൾക്ക് സാധിക്കുന്നില്ലല്ലോ, അല്ലേ? ഇവിടെ എത്ര മണിക്കൂറാ പകല്? എത്ര? 15 മണിക്കൂറോ? ഏകദേശം 18ഉം 20ഒക്കെ മണിക്കൂറുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിച്ചത്. ഏതായാലും ഇതൊരു റൊട്ടേഷൻ നടക്കുകയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ചൂടനുഭവിച്ചാൽ ഒരു 10-20-25ഓളം വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ നല്ല തണുപ്പും നല്ല സുഖവുമുള്ള സമയമായിരിക്കും. അതുകൊണ്ട് ആർക്കും പരാതി പറയാൻ പറ്റൂല. ഞങ്ങൾ എപ്പോഴും വേനൽക്കാലത്ത് നോമ്പ് പിടിക്കുകയാണ്. കേരളക്കാരോ എപ്പോഴും മഴക്കാലത്ത്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, വളരെ ശക്തമായ ചൂട് നമ്മുടെ നാട്ടിലൊക്കെ നോമ്പ് പിടിച്ച കാലം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഈ തൊട്ട് 3-4 വർഷങ്ങളായി പരിശുദ്ധമായ റമളാനിൽ നല്ല മഴയാണ്, നല്ല സുഖമാണ്, ഒരു ദാഹം ഉണ്ടാവൂല, അല്ലെ? എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വേനൽക്കാലത്തേക്ക് വരികയാണ്. അത് അല്ലാഹു എല്ലാ നാടിലും ഇതേപോലെ നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന അഹ്വന സിയാം,
ഏറ്റവും എളുപ്പമുള്ള നോമ്പ് ഭക്ഷണം ഒഴിവാക്കുക, വെള്ളം ഒഴിവാക്കുക എന്നതാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ സുംത, നീ നോമ്പ് നോറ്റാൽ ഫല്യസും സംഉക, നിന്റെ കണ്ണും നോമ്പ് നോക്കട്ടെ. കണ്ണിന്റെ നോമ്പ് എന്താണ്? ഹറാം കാണാതിരിക്കൽ കണ്ണിന്റെ നോമ്പാണ്. ശ്രദ്ധിക്കണം പൊന്നു സഹോദരങ്ങൾ, പ്രത്യേകിച്ചിട്ട് ഈ ഒരു സിറ്റിയിൽ, ഈ ഒരു നാട്ടിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ഹറാമുകൾ നമ്മുടെ കണ്ണിലേക്ക് ഓടി ഓടി വരികയാണ്. ഇടതടവില്ലാതെ അണമുറിയാതെ ഹറാമുകളെ നമ്മുടെ കണ്ണിലേക്ക് വരാറുള്ളൂ. നാട്ടിലാണെങ്കിൽ പർദ്ദ ധരിച്ച, മുഖം മറച്ച, ശരീരം മറച്ച ആളുകളാണെങ്കിൽ ഇവിടെ വിവസ്ത്രരായി നടക്കുന്ന ആളുകളെയാണ് നമ്മൾക്ക് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ നോട്ടമല്ല പറയുന്നത്, അത് കാണുമ്പോൾ വീണ്ടും വീണ്ടും താല്പര്യത്തോടെ നോക്കിപ്പോയാൽ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് മറക്കാൻ പാടില്ല. അള്ളുൽ ബസരി, കണ്ണു നിയന്ത്രിക്കാത്ത ആളുകളുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കില്ല. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, ഇദാ സുംത, നീ നോമ്പ് നോറ്റാൽ ഫല്യസും സംഉക, നിന്റെ കേൾവിയും നോമ്പ് നോക്കട്ടെ, നിന്റെ ചെവിയും നോമ്പ് നോക്കട്ടെ. ഹറാം കേൾക്കാൻ പാടില്ല. മ്യൂസിക്കുകളുള്ള ഗാനങ്ങളോ സിനിമകളോ സീരിയലുകളോ അതിന്റെ ഗാനങ്ങളോ നമ്മൾ കേൾക്കാൻ പാടില്ല. മറ്റൊരാളുമായി ഗീബത്തുകൾ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, 2 പെണ്ണുങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട് നബിയേ, 2 പെണ്ണുങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട് നബിയേ. ഖദ് ഖാദതാ അൻ തമൂതാ മിനൽ അത്ഷ്, ദാഹം കൊണ്ട് 2 പേരും മരിക്കാനിരിക്കുകയാണ്. 2 പേരും ദാഹം കൊണ്ട് മരിക്കാനിരിക്കുകയാണ്. നബി തങ്ങൾ ഒന്നാമത്തെ തവണ പറഞ്ഞപ്പോ ഇത് മൈൻഡ് ചെയ്യാതെയൊന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ടുവരാൻ. 2 പേരും അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പെട്ടെന്നൊരു തളിക കൊണ്ടുവരണം, പെട്ടെന്നൊരു പാത്രം കൊണ്ടുവരണം. എന്നിട്ട് ഒന്നാമത്തെ പെണ്ണിനോട് പറഞ്ഞു, നീ ഛർദ്ദിക്കണമെന്ന്. ഫഖാത് ഖൈഹൻ ഔ ദമൻ വസദീദൻ വലഹമാ, ഇറച്ചി കഷ്ണങ്ങളും രക്തങ്ങളും ചലങ്ങളും ഒന്നാമത്തെ പെണ്ണ് കലത്തിലേക്ക് ഛർദ്ദിക്കാൻ തുടങ്ങി. ആ ഒരു തളിക പകുതിയായപ്പോഴേക്കും ഈ പെണ്ണിന്റെ ഛർദ്ദി അവസാനിക്കുകയും രണ്ടാമത്തെ പെണ്ണിനെ അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുകയും ചെയ്തു, നീയും ഛർദ്ദിക്കണം ഈ തളികയിലേക്ക്. ആ പെണ്ണും ഛർദ്ദിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ പെണ്ണ് ഛർദ്ദി അവസാനിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആ ഒരു തളിക പൂർത്തിയായപ്പോഴാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കണം പൊന്നു സഹോദരന്മാർ, സഹോദരിമാർ ശ്രദ്ധിക്കണം. ഇന്നഹാതൈനി സാമതാ അമ്മാ അഹല്ലല്ലാഹ്, 2 പേരും നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, 2 പേരും നോമ്പ് നോക്കിയിട്ടുണ്ട്. വഅഫ്തറതാ അലാ മാ ഹറമല്ലാഹ്, ഹറാം സംസാരിക്കല്ല, ഹറാം പറയല്ല, ഹറാം കേൾക്കല്ല എന്ന് അല്ലാഹു പറഞ്ഞത് ഇവർ അനുസരിച്ചില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ദാഹമുണ്ടായത്, അതുകൊണ്ടാണ് ഇറച്ചി കഷ്ണങ്ങൾ അവർ ഛർദ്ദിച്ചത്, അതുകൊണ്ടാണ് അവർ രക്തം ഛർദ്ദിച്ചത്, അതുകൊണ്ടാണ് അവർ ചിന്തനങ്ങൾ ഛർദ്ദിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജലസത്ത് ഇഹ്ദാഹുമാ ഇലൽ ഉഖ്റാ, ഒരാൾ മറ്റൊരാളുടെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് 2 പേരും മറ്റുള്ള ആളുകളുടെ ഗീബത്തുകൾ പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു തരികയാണ്. എന്തിനാണ് ഇങ്ങനെ ഗീബത്തുകൾ പറയുന്നത്? ആലിമീങ്ങളെ കുറ്റം പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില നിഷ്പക്ഷമതികളൊക്കെ സംസാരിക്കാറുണ്ട്. അത് വേണോ എന്നൊക്കെ കേട്ടോ. എന്തിനാണ് വേദികളിൽ കെട്ടിക്കൊണ്ട് ചില തെറ്റുകൾ സമൂഹത്തിന് ഉണർത്തി കൊടുക്കേണ്ടത് ആവശ്യമാണോ അല്ലേ എന്ന് നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ അല്ലെങ്കിൽ സംസാരങ്ങളിലൂടെ എന്തിനാണ് ആലിമീങ്ങളെ കുറ്റം പറയുന്നത്? എന്തിനാണ് ആലിമീങ്ങളെ തലപ്പാവുധാരികളെയൊക്കെ നിങ്ങൾ ഗീബത്ത് പറയുന്നത് എന്ന് നാഴികക്ക് 40 വട്ടം ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, 6 കൂട്ടം ആളുകളെ കുറിച്ച് ഗീബത്ത് പറയൽ അനുവദനീയമാണ്. 6 കൂട്ടം ആളുകളെ ഗീബത്ത് പറയാം, യാതൊരു കുഴപ്പമില്ല. അതിന് പ്രതിഫലമാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. വേണമെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ചോ, ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തെറ്റുകൾ കാണുമ്പോൾ ഉണർത്തേണ്ടത് പണ്ഡിതന്മാരുടെ ധർമ്മമാണെന്ന് മറക്കാൻ പാടില്ല.
ഫാത്തിഹ ഓതി യോഗം തുടങ്ങിയാൽ അത് വർഗീയ പാർട്ടിയാകുന്നു എന്നൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ആലിമീങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? എന്താണിതൊക്കെ? ഒരു ദിവസം നമ്മുടെ നിസ്കാരങ്ങളിൽ 17 തവണ ഫാത്തിഹ ഓതുന്ന നമ്മൾ അവരൊക്കെ വർഗീയവാദികൾ എന്നാണോ പറയാൻ പോകുന്നത്? അത് ഏറ്റവും വിഷമം നൽകുന്നത്. തലപ്പാവുധാരികളായ താടിവെച്ച ദീനിന്റെ സദസ്സുകളിൽ, ഇൽമിന്റെ മജ്ലിസുകളിൽ പ്രഭാഷണം നടത്തുന്ന ആളുകളൊക്കെ തോന്നിവാസം പറയാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് ഭൂഷണമാണോ? എന്താണ് നമ്മുടെ നാട്ടിലെയൊക്കെ കഥ? എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക? എന്നിട്ട് ചില ആളുകൾ പറയാ, ആലിമ്യങ്ങൾ ഇറച്ചി തിന്ന ആലിമ്യങ്ങൾ കുറ്റം പറയാ. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മുടെ നാട് ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ കൈകളിൽ പെടുമെന്ന് മറക്കണ്ടാരും. 4-5 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ദയനീയ അവസ്ഥയാണ് കാണാൻ പോകുന്നത്. നമ്മൾ കണ്ടുവല്ലോ, ഇറച്ചി കയറ്റുമതി നടത്തിയതിന്റെ പേരിൽ തന്റെ അടിച്ചവശരാക്കി തന്റെ ബൂട്ടുകളും തന്റെ കാലുകളും കൊണ്ട് നിലത്ത് കിടത്തിയവരുടെ ശരീരത്തിന്റെ മുകളിൽ തന്റെ കാല് കയറ്റിക്കൊണ്ട് നാടിനെ നാണിപ്പിക്കുന്ന രീതിയിൽ ഫാസിസ്റ്റ് ദുർബോധങ്ങൾ നമ്മുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ആലോചിക്കേണ്ട ഇതൊക്കെ. പണ്ഡിതന്മാർ പറയാ, ഫാത്തിഹ ഓതി തുടങ്ങുന്ന യോഗങ്ങളൊക്കെ വർഗീയ യോഗങ്ങളാണ്. എന്നാൽ മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളല്ലേ? നമ്മളൊക്കെ ഫാത്തിഹ ഓതാറുണ്ടല്ലോ നിസ്കാരത്തിൽ. എന്നിട്ട് പറയാ, ഞാൻ മാറ്റുന്നില്ല, ലാ ശക്ക, എനിക്കതിലൊരു സംശയമില്ല, എനിക്കതിലൊരു ഖേദമില്ല, എനിക്കതിലൊരു വിഷമമില്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ആ പാർട്ടിയും വർഗീയ പാർട്ടിയാണ്, അങ്ങനെ തുടങ്ങുന്നവരും വർഗീയവാദികളാണെന്ന്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇങ്ങനെയൊക്കെ പോയാൽ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ തോന്നിവാസം വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കാതിരിക്കണം എന്നാണോ ഈ നിഷ്പക്ഷമതികളായ ചിന്താഗതിക്കാരൊക്കെ പറയുന്നത്? അല്ല, അവരെ കുറിച്ച് പറയണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. ആരെ കുറിച്ചൊക്കെ ഗീബത്ത് പറയാമെന്ന് പഠിക്കണം. 6 കൂട്ടം ആളുകളെ കുറിച്ച് നമ്മൾക്ക് ഗീബത്ത് പറയാൻ അനുവാദം തന്നിട്ടുണ്ട്. തലല്ലം വസ്തഇൻ വസ്തഫ്തി ഹദ്ദിർ വഅരിഫ് വദ്കുറൻ ഫിസ്ഖൽ മുജാഹിർ. അത് വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, എങ്കിലും വളരെ ഷോർട്ടായിട്ട് ഞാനൊരു വിശദീകരണം തരികയാണ്. അത്തലല്ലുമു, ഒന്നാമത്തെ വിഭാഗം, ഒരാൾ നിരപരാധിയായ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ നാട്ടിലുള്ള ഭരണാധികാരികളോട് ആരാണോ ആക്രമിച്ചത് അവരെ കുറിച്ച് കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? ഒരാൾ നിരപരാധിയായ ഒരാൾ ആരുമാവട്ടെ, ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അയാൾ മദ്ലൂമാണോ, ആക്രമിക്കപ്പെട്ട ഒരാളാണോ എങ്കിൽ ആരാണോ ആക്രമിച്ചത് അവരെ കുറിച്ച് നാട്ടിന്റെ ന്യായാധിപന്മാരോട്, ഉത്തരവാദപ്പെട്ട ആളുകളോട് ഗീബത്ത് പറയുന്നതിൽ, കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ഗസാലി ഇമാമിനെ പോലെയുള്ള, നവവി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഓർക്കണം, മറക്കാൻ പാടില്ല. ഒന്നാമത്തെ വിഭാഗം ആക്രമിക്കപ്പെട്ട ആളുകൾ, ആക്രമിച്ച ആളുകളെ കുറിച്ച് ഗീബത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. ഈ 6 കാര്യം ചർച്ച ചെയ്യുമ്പോ നാട്ടിൽ നടക്കുന്ന പ്രഭാഷണ വേദികളൊക്കെ നല്ല വേദികളാണോ, പ്രതിഫലം ലഭിക്കുന്ന വേദികളാണോ എന്ന് എല്ലാവർക്കും തിരിച്ചറിയും. അത് പാടുണ്ടോ, അത് വേണോ എന്നൊക്കെ നമ്മൾക്ക് തിരിച്ചറിയും. ആരെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ അവരെ കുറിച്ചൊക്കെ പറയണമെന്ന് തന്നെയാണ് ഈ 6 കാര്യങ്ങൾ നമ്മോട് ഉണർത്തുന്നത്. ആരും ആരെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. ഈ 6 കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് ഓടി വരുന്നത് അവരെ കുറിച്ച് കുറ്റം പറയണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം തലല്ലുമു. രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിആനതു അലാ തഗ്യീരിൽ മുൻകർ. ഒരു തെറ്റ് നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ തടയാൻ വേണ്ടി, സഹായം ചോദിക്കാൻ വേണ്ടി ഗീബത്ത് പറയാം. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ഒരാൾ കുറ്റം ചെയ്യുന്നുണ്ട്, ഒരാൾ തോന്നിവാസം ചെയ്ത് നടക്കുകയാണെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, അയാൾ നന്നാവാൻ വേണ്ടി, അയാളെ ആ തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അയാളോട് സഹായം ചോദിക്കാമെന്ന് മഹാനായ ഗസാലി ഇമാം നമ്മോട് പഠിപ്പിക്കുകയാണ്. الاستعانة على تغيير المنكر ورد العاصي إلى الصواب. തെറ്റുകാരൻ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഗീബത്ത് പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞല്ലോ, അൽ-ഇസ്തിആനതു അലാ തഗ്യീരിൽ മുൻകർ. നിരന്തരമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ, നന്മയുടെ സൽപന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളോട് സഹായം ചോദിക്കുമ്പോൾ അയാളെ കുറിച്ച് കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. രണ്ടെണ്ണമായി.
മൂന്നാമത്തേത് അൽ-ഇസ്തിഫ്താ, ഫത്വ ചോദിക്കാനും വേണ്ടി ഗീബത്ത് പറയാം. ഉദാഹരണത്തിന്, ക്രൂരനായ ഒരു ഉപ്പ മകനെ ക്രൂരമായി ആക്രമിക്കുകയാണെങ്കിൽ നാട്ടിലുള്ള മുഫ്തിയോടോ നാട്ടിലുള്ള കാളിയോടോ പോയി പറയാം, ലലമനി അബി, എന്റെ ഉപ്പ എന്നെ അടിക്കുന്നുണ്ട്. ഭാര്യയെ ഭർത്താവ് ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കാളിയോടും മുഫ്തിമാരോടും പോയിക്കൊണ്ട് പരാതി പറയാം, ഭർത്താവിനെ കുറിച്ച് ഗീബത്ത് പറയാമെന്ന് മൂന്നാമത്തെ ഇനത്തിൽ പെടുത്തുകയാണത്. അൽ-ഇസ്തിഫ്താ, ലലമനി അബി, എന്റെ ഉപ്പ എന്നെ ആക്രമിക്കുന്നുണ്ട്, എന്റെ ഭർത്താവ് എന്നെ ആക്രമിക്കുന്നുണ്ട്, എന്റെ ഭാര്യ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള കാലമാണല്ലോ, ഭർത്താവിനെ ഭാര്യമാര് പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? എല്ലാ ഭരണവും നിയമമൊക്കെ പെണ്ണുങ്ങളെ കയ്യിലാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താവിനെ കുറിച്ചൊക്കെ പോയി കേസ് കൊടുക്കുക. പൊന്ന് സഹോദരിമാരെ, ഇവിടെ കോടതിയിൽ നിങ്ങൾ ജയിച്ചേക്ക്, അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ തീരൂലേ? ഒരു സമയം കഴിയുമ്പോൾ പോലീസുകാരും കോടതിയൊക്കെ നമ്മളെ കൈയൊഴിയും. പിന്നെ അള്ളാഹുവിൻ്റെ കോടതിയാണെന്ന് മറക്കാൻ പാടില്ല. മൂന്നെണ്ണമായി. നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, തഹ്ദീറുൽ മുസ്ലിമീന മിനശ്ശർരി വനസീഹത്തുഹും. ചില ആളുകൾ തെറ്റ് ചെയ്ത് നടക്കുമ്പോൾ അവരെ കുറിച്ച് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഗീബത്ത് പറയാമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? തഹ്ദീറുൽ മുസ്ലിമീന മിനശ്ശർരി. നമ്മുടെ പള്ളികൾ ജുമഅ നടക്കുന്ന സമയത്ത് പോലീസുകാരെ കൊണ്ട്, ഒരു RSSകാരൻ പോലും പോലീസുകാരന്റെ അടുത്ത് ചെന്നുകൊണ്ട് പള്ളികളെ പൂട്ടിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ജുമഅ നടക്കാതെ ചില പള്ളികൾ പൂട്ടപ്പെടുമ്പോൾ ഏത് മുസ്ലിമിനാണ് ഇവിടെ വിഷമം വരാതിരിക്കുന്നത്? മുസൽമാന്റെ ഹൃദയമായ നിസ്കാരങ്ങൾ പരിശുദ്ധമായ ജുമഅ സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ പോലീസുകാരൻ വന്ന് പള്ളി പൂട്ടിപ്പോകുമ്പോ നമ്മൾക്ക് ഖേദമില്ലേ? തഹ്ദീറുൽ മുസ്ലിമീന മിനശ്ശർരി. മുസ്ലിമീങ്ങളായ ആളുകളെ ഇന്നാലിന്ന ആളുകളുടെ ഷർറിൽ നിന്ന്, അയാളുടെ തിന്മയിൽ നിന്ന്, അയാളുടെ തോന്നിവാസത്തിൽ നിന്ന് ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഗീബത്ത് പറയാമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് നാഴികക്ക് 40 വട്ടം പണ്ഡിതന്മാരുടെ ഇറച്ചി ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലക്കാൻ നിൽക്കരുത് ആരും. ഇനി അഞ്ചാമത്തേത് പറഞ്ഞത്, അയ്യകൂന മുജാഹിറൻ ബിഫിസ്ഖിഹി ഔ ബിദ്അതിഹി. ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചിട്ട് സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നുണകൾ പറഞ്ഞാൽ അത് പിടിക്കപ്പെടൂലേ? ഇല്ലേ? ഒരാൾ നുണ പറഞ്ഞു എന്നിട്ട് നാളെ പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ നുണ പറഞ്ഞ് പിടിക്കപ്പെടൂലേ? സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്ന കാലമാണ്. അങ്ങനെ ഒരാൾ പരസ്യമായി നുണ പറയുന്നവരോ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളോ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ, രഹസ്യമായി തെറ്റ് ചെയ്യുന്നവർ, രഹസ്യമായി തെറ്റ് ചെയ്യുന്നത് പറയാൻ പാടില്ല. അങ്ങനെ ഒരു വേദിയിൽ പറയാറില്ല, അല്ലേ? ചില ആളുകൾ രഹസ്യമായി നാട്ടുകാരറിയാതെ തെറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെയും വിളിച്ചു പറയാറില്ല. അത് പാടില്ല. അത് അള്ളാഹുവിന്റെ കോപമുള്ള കാര്യമാണ്. അള്ളാഹു മറച്ചു വെച്ചതിനെ നമ്മളെങ്ങാനും പരസ്യമാക്കിയാൽ അള്ളാഹു നമ്മെ വെറുതെ വിടൂല. എന്നാൽ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളെ കണ്ടാൽ അവരെ നമ്മൾക്ക് സമൂഹ മധ്യത്തിൽ വിളിച്ചു കൊണ്ടുവന്ന് അവർക്കെതിരെ ശബ്ദിക്കാമെന്ന് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുജാഹിറും ബിഫിസ്കി. നമ്മൾക്കറിയാലോ നുണ പറയുന്നത് തെമ്മാടിത്തരമാണ്. കള്ളം പറയുന്നത്, നുണ പറയുന്നത് പച്ച തെമ്മാടിത്തരമാണ്. എന്നിട്ട് പരസ്യമായി നുണ പറയുന്ന ആളുകൾ, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സമൂഹത്തിന്റെ ബോധവൽക്കരണം നടത്തുവാനും അവരെ കുറിച്ച് ഗീബത്ത് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി ആറാമത്തേത് അത്താരീഫ്. ഒരു കുള്ളനായ ഒരാളാണ്. കുള്ളന്നല്ല പറയാ? കുറിയ മനുഷ്യനെ കുറിച്ച് എന്താ പറയാ? നിങ്ങളുടെ നാട്ടിൽ കാസർഗോഡ് കുള്ളെന്നാ പറയാ? അങ്ങനല്ലേ? ഒരു നീളമില്ലാത്ത ഒരു കുറിയ മനുഷ്യനാണ്. അപ്പൊ നമ്മൾ അയാളെ കുറിച്ച് എന്താ പറയാ? അങ്ങനെയാണ് അയാൾ അറിയപ്പെടുന്നത്. കണ്ണ് പൊട്ടനായ ഒരാൾ, അയാളെ കുറിച്ച് നമ്മൾ കണ്ണ് പൊട്ടൻ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. വാപ്പൊട്ടനായ ഒരാൾ, അയാളെ കുറിച്ച് വായപ്പൊട്ടൻ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ എന്ന വിശേഷണത്തിലൊക്കെ അറിയപ്പെടുകയാണെങ്കിൽ അങ്ങനെ പറയുന്നതിലും കുഴപ്പമില്ല. ഈ 6 കൂട്ടം ആളുകളെ കുറിച്ച് ഗീബത്ത് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുന്നില്ല, എൻ്റെ മുമ്പിൽ സമയമില്ല, ഞാനത് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. ഈ 6 കൂട്ടം മറക്കാൻ പാടില്ല. ഏതൊക്കെ ഒന്നും കൂടി ഞാൻ പറയാം. അത്തവല്ലുമു, ആക്രമിക്കപ്പെട്ട ഒരാൾക്ക് ആരാണോ ആക്രമിച്ചത് അയാളെ കുറിച്ച് ഉത്തരവാദപ്പെട്ട ആളുകളോട് പറയുന്നതിൽ കുഴപ്പമില്ല.
2, തെറ്റ് ചെയ്യുന്ന ഒരാളെ തെറ്റിൽ നിന്ന് മാറ്റി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം ചോദിക്കുമ്പോൾ അയാളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ല, ഒരാളിങ്ങനെ തെറ്റ് ചെയ്ത് നടക്കാൻ, അപ്പൊ ഇയാളോട് ഡയറക്റ്റ് പറയാൻ പേടിയാണ്. മറ്റൊരാളോട് ഇപ്പൊ ഇയാൾ ഇന്ന് തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ഉപദേശിക്കണേ, നന്നാക്കണേ എന്നൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല. തെറ്റുകാരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാം. 3-ാമത്തേത് ഫത്വ ചോദിക്കാൻ വേണ്ടി പറയാം. 4-ാമത്തേത് തിന്മ ചെയ്യുന്ന ആളുകളെ സമൂഹ മധ്യത്തിൽ വെച്ച് അയാൾ കാപട്യമാണ് ചെയ്യുന്നത്, മുനാഫിഖീങ്ങളുടെ ആളാണ്, അയാൾ തെറ്റാണ് സമൂഹത്തിൽ കൊണ്ടുവരുന്നത് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടി ഗീബത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകളുടെ ലക്ഷ്യം ഇന്നാലിന്ന ആളെ താറടിക്കാനാവരുത്, ഇന്നാലിന്ന വ്യക്തിയെ കരിവാരിത്തേക്കാനാവരുത്. ലക്ഷ്യം എന്തായിരിക്കണം? അള്ളാഹു ആയിരിക്കണം. അയാൾ ഇങ്ങനെയുള്ള തെറ്റുമായി പോയാൽ, ഇങ്ങനെയുമുള്ള തെറ്റ് തുടർന്നാൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടും, ഒരുപാട് ആളുകൾ സത്യമാണെന്ന് പറഞ്ഞ് കൂടെ നിൽക്കും. അങ്ങനെ അവർക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടി പറയുന്നതിൽ കുഴപ്പമില്ല. 5-ാമത്തേത് പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെ ഇങ്ങനെ വേദി കെട്ടിയിട്ട് നമ്മൾ ഗീബത്ത് പറയുന്നതിൽ കുഴപ്പമില്ല. 6-ാമത്തേത് പിന്നെ എന്തെങ്കിലും കണ്ണ് പൊട്ടൻ എന്ന വിശേഷണമൊക്കെ അറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെ കുറിച്ച് അങ്ങനെ പറയുന്നതിലും കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 3 കൂട്ടം നോമ്പുകളാണ് അല്ലെ. 1-ാമത്തെ നോമ്പ് ഒരിക്കലും സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. 3-ാമത്തെ നോമ്പ് നമ്മളെ കൊണ്ട് സാധിക്കുകയുമില്ല. ഇനി 2-ാമത്തെ നോമ്പ്, ആ നോമ്പാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് അല്ലാഹു സ്വീകരിക്കുമെന്നുറപ്പാണ്. അതിന് 6 കാരണങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. 6 കാരണങ്ങൾ സൂക്ഷിച്ചാൽ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചുവെന്ന് നമ്മൾ ഉറപ്പിക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, പരിശുദ്ധമായ റമളാൻ മാസം വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാരോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മളുടെ മക്കളോട് പറയണം, എന്തെങ്കിലും വസ്ത്രങ്ങളോ സാധനങ്ങളോ വാങ്ങിക്കാനുണ്ടെങ്കിൽ അങ്ങാടിയിൽ പോയി റമളാനിന് മുമ്പ് തന്നെ വാങ്ങിച്ചു വെക്കണമെന്ന് പ്രവാസികളായ എല്ലാ ആളുകളും പറഞ്ഞു കൊടുക്കണം, പറയണം. ഇതൊക്കെ വിളിച്ച് പറയണം. റമളാനിൽ നമ്മുടെയൊക്കെ നാടിന്റെ കഥ എന്താ? പെണ്ണുങ്ങളിങ്ങനെ അലഞ്ഞ് തിരിയന്നെ. തറാവി നടക്കുന്ന സമയത്തൊക്കെ കാസർഗോഡ് ടൗണിലൊക്കെ ആള് നിറയാണ്. കാസർഗോഡ് ടൗൺ, ഞാൻ കാസർഗോട്ടുകാരനായതുകൊണ്ട് പറഞ്ഞതാണ്, മറ്റുള്ള ടൗണിന്റെ കഥയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തേ ആണുങ്ങൾ നാട്ടിലില്ല? ഇനി നാട്ടിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ തൃപ്തിയാവൂല. അങ്ങനെ പെണ്ണുങ്ങളെ ഒറ്റയ്ക്കാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിനെക്കുറിച്ചല്ലേ ഭർത്താവ് വീട്ടിലിരിക്കെ ഭാര്യയോട് പറയാം, നീ പോയിട്ട് വാങ്ങിച്ചു വരാ. അതൊക്കെ ഒരു ആണത്വല്ല, അതൊക്കെ അള്ളാഹുവിനും ദീനിനും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ കൊണ്ടുപോവുക, എന്നിട്ട് നമ്മളുടെ കൂടെ തന്നെ കൊണ്ടുവരിക. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറണം. സ്ത്രീകൾക്ക് അധികാരം നൽകുന്ന, അവർക്കെല്ലാം വിട്ടുകൊടുക്കുന്ന, നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ അവരെ ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മക്കളോടും നമ്മുടെ ഭാര്യമാരോടും ഉമ്മമാരോടും പറയണം, പരിശുദ്ധമായ റമളാനായാൽ അങ്ങാടികളിലേക്ക് പുറപ്പെടാൻ പാടില്ല, അങ്ങാടിയിലേക്ക് പുറപ്പെടാൻ പാടില്ല, അത്യാവശ്യമുള്ള ആളുകൾ ഒഴികെ. എന്തേ കാരണം? ഗള്ളുൽ ബസരി, നമ്മുടെ കണ്ണ് നിയന്ത്രിക്കണം. ഹറാമെങ്ങാനും കണ്ടുപോയാൽ പെട്ടെന്നുള്ള ആദ്യത്തെ കാഴ്ചയെ കുറിച്ചല്ല പറയുന്നത്. ഒരു സുന്ദരിയായ ഒരു പെണ്ണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ ആദ്യമായി കണ്ടുപോയ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു മാറ്റിയാൽ കുഴപ്പമില്ല. പക്ഷേ അവളുടെ സൗന്ദര്യം കൊണ്ട് രണ്ടാമതൊരു തവണ നമ്മൾ നോക്കിയാൽ നമ്മുടെ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല. ഗള്ളുൽ ബസരി, കണ്ണ് നിയന്ത്രിക്കണം ചെറുപ്പക്കാരാ. وكفه عن الاتساع في النظر إلى كل ما يذم ويكره وإلى كل ما يشغل القلب. ഹൃദയത്തിലേക്ക് വേണ്ടാത്ത ചിന്തകൾ നൽകുന്ന ഒരു കാര്യത്തിലേക്കും നമ്മുടെ കണ്ണുകളെ അയക്കാൻ പാടില്ല. ഹറാമിൽ നിന്ന്, സിനിമകളിൽ നിന്ന്, സീരിയലിൽ നിന്ന്, പ്രത്യേകിച്ചിട്ട് യൂറോ കപ്പും കോപ്പ അമേരിക്കയൊക്കെ വരാൻ പോവാണ്. ജോലി കഴിഞ്ഞ് നാട്ടിൽ റൂമിലെത്തിയിട്ട് ഇങ്ങനെ TV കണ്ടിട്ടോ അതേപോലെ കളികൾ കണ്ടിട്ടോ ഇരിക്കല്ല. സൂക്ഷിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തേത് കണ്ണ് നിയന്ത്രിക്കുക. രണ്ടാമത്തേത് ഹിഫ്ളുൽ ലിസാൻ, നാവിനെ നിയന്ത്രിക്കണം. കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, ചീത്ത വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, അതേപോലെ പിണങ്ങാൻ പാടില്ല, പരസ്പരം തർക്കിക്കാനും പാടില്ല. നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നാവിനെ നിയന്ത്രിക്കണം.
ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നാവിനെ നിയന്ത്രിച്ചില്ലേ, നോമ്പ് സ്വീകാര്യമല്ല, നോമ്പ് അല്ലാഹുവിന് ആവശ്യമേ ഇല്ല. കമ്മിൻ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അയാൾ നോമ്പ് നോറ്റുവെന്നല്ലാതെ അല്ലാഹുവിന് യാതൊരു ഉപകാരവുമില്ല. അങ്ങനെയുള്ള നോമ്പുകളിൽ നമ്മുടെ നോമ്പുകൾ പെടാൻ പാടില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. രണ്ടാമത്തെ കാരണം നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമത്തേത് കഫ്ഫുസ് സമഇ, നമ്മുടെ കേൾവിയെയും നമ്മൾ നിയന്ത്രിക്കണം. ഗീബത്ത് കേൾക്കാൻ പാടില്ലല്ലോ. ഇലാ കുല്ലി മക്റൂഹ്, കറാഹത്തായ വെറുക്കപ്പെടുന്ന ഒന്നും കേൾക്കാൻ പാടില്ല. അപ്പോൾ കാമുകന്മാരോടുള്ള സംസാരം, അങ്ങനെ ഒരു സംസാരം നമ്മൾ തുടർന്നാൽ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. സംസാരിച്ചാലല്ലേ കുഴപ്പം, ഇനി ചാറ്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാനൊരു സ്കൂളിൽ നാട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിക്കാൻ, അതിലെന്താണ് സാറേ കുഴപ്പം, അത് വിരൽ കൊണ്ടുള്ള മൂവ്മെന്റ്സ് ആണല്ലോ, 2 കൈകൾ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ കുറ്റം കിട്ടുമോ ചോദിക്കുകയാണ്. എന്തിനാണ് കൈകൾ വെറുതെ ഇങ്ങനെ ആക്കല്ലല്ലോ, ഈ ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഒരു സുഖം ലഭിക്കുന്നില്ലേ, ആ ഒരു സുഖം കൊണ്ട് തന്നെയാണ് അള്ളാഹു ശിക്ഷ നൽകുന്നതും. അങ്ങനെ ഹറാമായ സുഖം വേണ്ട, ഹലാലായ സുഖം കുഴപ്പമില്ല. നിന്റെ ഭാര്യയോട് ഇങ്ങനെ ആയിക്കോ കുഴപ്പമില്ല, നിന്റെ ഭാര്യയോട് സംസാരിച്ചോ കുഴപ്പമില്ല. ഹറാം, അനുവദനീയമല്ലാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് പരിശുദ്ധമായ ഇസ്ലാം. മറ്റൊരാളുടെ അവകാശം നമ്മൾ തട്ടിയെടുക്കാൻ പാടില്ല. നമ്മളുടെ അടുത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കുഴപ്പമില്ല. നമ്മുടെ ഭാര്യയോട് 24 മണിക്കൂർ സമയം സംസാരിച്ചോ കുറ്റം കിട്ടൂല. പക്ഷെ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴാണ് അള്ളാഹു കുറ്റവും ശിക്ഷയും നൽകുന്നത്. കഫ്ഫു സമഇ, ഹറാമായിട്ടുള്ള ഒന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്തി, ഹറാമ് കേൾക്കുന്നവർ, ഗീബത്ത് കേൾക്കുന്നവർ. നേരത്തെ പറഞ്ഞ 2 പെണ്ണിന്റെ കഥയുണ്ടല്ലോ, അതിലൊരു പെണ്ണ് ഗീബത്ത് പറഞ്ഞപ്പോൾ മറ്റൊരു പെണ്ണ് ഗീബത്ത് കേട്ടു എന്ന കാരണത്താലാണ് അവൾ ഇങ്ങനെ ഇറച്ചിയും ചോരയും ചലങ്ങളും ഛർദ്ദിച്ചത്. പറയുന്നവനും കേൾക്കുന്നവനും ഈ വിഷയത്തിൽ തുല്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഫ്ഫുസ് സമഇ, നമ്മുടെ കേൾവിയെ നമ്മൾ നിയന്ത്രിക്കണം. നാലാമത്തേത് കഫ്ഫു ബഖിയത്തിൽ ജവാരിഹി മിനൽ യദി, നേരത്തെ പറഞ്ഞല്ലോ, കേൾക്കുന്നതിലല്ലേ കുഴപ്പം, സംസാരിക്കുന്നതിലല്ലേ കുഴപ്പം, ചാറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് പറഞ്ഞു തരുന്നത്. കഫ്ഫു ബഖിയത്തിൽ ജവാരിഹി, നമ്മുടെ മറ്റുള്ള എല്ലാ അവയവങ്ങളെയും, മിനൽ യദി, കൈകളെ, വൽരിജ്ലി, കാലുകളെയും ഹറാം കാണാൻ അവസരം നൽകാതെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി 5ാമത് പറയുന്നത് അല്പം കഷ്ടമാണ്. നിങ്ങളൊക്കെ ആലോചിക്കുക. 5ാമത്തെ കാര്യം പറയട്ടെ. അല്ലാ യസ്തക്ഫിറ മിനത് ത്വആമിൽ ഹലാലി വഖ്തൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയത്ത് ഹലാലായ ഭക്ഷണം തന്നെ വയറ് നിറയെ കഴിക്കാൻ പാടില്ല. പടച്ചോനെ, ഇത് നടക്കോ? തറാവിയൊക്കെ ഫെറാരി പോകുന്നത് പോലെ പോകണമെന്നാണ് നമ്മുടെ നാട്ടുകാർക്കൊക്കെ ആഗ്രഹം. ഒരു സ്വിഫ്റ്റൊക്കെ പോകുന്ന സ്പീഡൊന്നും പറ്റൂല. അങ്ങനെയൊക്കെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. വളരെ വേഗതയിലുള്ള തറാവി നിസ്കാരങ്ങൾ. എവിടെയാണ് സ്പീഡ് നോക്കും. എൻ്റെ മേലിൽ ഏകദേശം എൻ്റെ ജമാഅത്തിൽ 11 പള്ളികളും 11 മഹല്ലുകളുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ എങ്ങനെ നോക്കുക, എവിടെയാണ് ഏറ്റവും സ്പീഡ് നടക്കുന്നത് അവിടെ പോയിട്ടാണ് ശരിയാ. പ്രത്യേകിച്ചിട്ട് വരുമ്പോൾ എന്നോട് പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അബുദാബിയിലൊക്കെ പോകുന്നത് ശരി തന്നെ ഉസ്താദേ, ഇസ്ലാമിക് സെൻറ്ററിലെത്തിയാൽ ഉറക്കെ പ്രസംഗിച്ചിട്ട് സൗണ്ട് കളഞ്ഞിട്ട് വരല്ലേ, ശബ്ദം കളഞ്ഞിട്ട് വരല്ലേ എന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നത് മൂപ്പര് പറഞ്ഞതുപോലെ തന്നെ ആയി എനിക്ക് തോന്നുന്നത്. അള്ളാഹു ആഫിയത്തും ഇസ്സത്തും തരുമാറാവട്ടെ. അപ്പൊ 5ാമത്തേത് പറഞ്ഞത് അല്ലാ യസ്തക്ഫിറ മിനത് ത്വആമിൽ ഹലാൽ, ഹലാലായ ഭക്ഷണം നമ്മൾ വയറ് നിറയെ കഴിക്കാൻ പാടില്ല. ഏത് സമയത്ത്? നോമ്പ് തുറയുടെ സമയത്ത്. ഉംറക്ക് പോയ ആളുകൾക്കറിയാം, പരിശുദ്ധമായ റമദാനിൽ ഉംറക്ക് പോകുന്നതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ഒരുപാട് തവണ ഉംറക്ക് പോകുന്നതിനേക്കാളൊക്കെ പുണ്യം പാവങ്ങളായ ആളുകളെ ആ പൈസ നൽകിക്കൊണ്ട് നമ്മൾ സഹായിക്കുക, അല്ലേ? മാസത്തിലൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാസാമാസം ഉംറക്ക് പോകുന്ന ആളുകളുണ്ട്. ആ പൈസ കൊണ്ട് ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തൂടെ? ഈ ഉംറക്ക് പോകുന്നതിനേക്കാളൊക്കെ പുണ്യം അങ്ങനെയാണ് ലഭിക്കുക. ആ സാധു വിചാരിക്കുക, ഞാൻ എപ്പോഴും ഉംറക്ക് പോയാൽ സ്വർഗത്തിലെത്തുന്നതാണ്. പക്ഷെ നിന്റെ അയൽവാസി പട്ടിണി കിടക്കാണ്, പൊന്നു മോനെ, അയൽവാസി പട്ടിണി കിടക്കാണ്. ആ സമയത്ത് നീ മാസാമാസങ്ങളിൽ ഉംറക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല.
എങ്കിലും ഉംറക്ക് പോകുന്ന ആളുകളൊക്കെ റമദാനിൽ വേണ്ടി പോകാൻ ശ്രമിക്കുക. പക്ഷെ അത് ഹജ്ജ് ചെയ്തതിന് തുല്യമാണ്, എൻ്റെ കൂടെ ഉംറ ചെയ്തതിനും തുല്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ യസ്തക്ഫിറ മിനത് തആമിൽ ഹലാലി വഖ്തൽ ഇഫ്താർ. 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഗസാലി ഇമാം പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊരു ശീലമുണ്ട്, റമദാനായാൽ ചെലവ് വർദ്ധിക്കുന്ന ഒരു ശീലമുണ്ട് എന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ മഹാനായ ഗസാലി ഇമാം പറയുകയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ നിന്ന് ഫോൺ വിളി വന്നിട്ടില്ലേ? റമദാനായി കഴിഞ്ഞ ആഴ്ച അയച്ചത്, കഴിഞ്ഞ മാസങ്ങളിൽ അയച്ചതുപോലെ അയച്ചാൽ പോരാ, അല്പം കൂടുതൽ അയക്കണമെന്നൊരു ഫോൺ വിളി വന്നിട്ടില്ലേ? എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? റമദാനായാൽ തീറ്റയുടെ മാസമാണ്, അല്ലേ? റമദാനായാൽ തിന്നയുടെ മാസമാണ്. ചാനലുകളൊക്കെ അങ്ങനെ തന്നെയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ഈ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം റമദാൻ 1 ഏതോ ഒരു പത്രത്തിൽ വന്ന വാർത്ത, ഐസ്ക്രീം പൊരിച്ചത്, ഏതോ ഒരു നാട്ടിൽ വിഭവം, പുതിയൊരു വിഭവം, റമദാനിന് ഐസ്ക്രീം പൊരിച്ചത്. എന്തിനാണ് റമദാനാകുമ്പോൾ തീറ്റയുടെ മാസമായി ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങളെ വഴിക്കേടിലേക്ക് നയിക്കാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ? റമദാൻ എന്നാൽ തിന്ന് മുടിക്കേണ്ട മാസമാണ്. പൊന്നു സഹോദരങ്ങളെ, റമദാനിൽ തീറ്റ കുറക്കണം. അറബികളൊക്കെ ഒരു ഖാവയും ഒരു ഈത്തപ്പഴാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുക, അതേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു പായസം ഉണ്ടെങ്കിലായി. അങ്ങനെ നമ്മളും കഴിക്കും. എന്ത് ആവേശം ഉണ്ടാകും നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങൾക്കൊക്കെ. ഇത് വയറ് നിറയെ കയറ്റി വരുന്നിട്ട് തറാവീഹിന് സ്പീഡ് പോരല്ലോ ഉസ്താദെ, ഇങ്ങനെ പോയാൽ ശരിയാവൂല. ഒരു വഖഫും വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇങ്ങനെ പോയാലേ സമാധാനാവൂ. പക്ഷേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇങ്ങനെ ഒരു ഉസ്താദ് ഓതി നോക്കട്ടെ, 2 ദിവസമാകുമ്പോൾ ഒന്നും ഉണ്ടാവൂല. ഇങ്ങനെയാണോ നിസ്കരിക്കാൻ പറഞ്ഞത്? നല്ല കൂലി പ്രതീക്ഷിച്ചിട്ട് ഈമാനോടെ, ഈമാനൻ വഹ്തിസാബ, കൂലി പ്രതീക്ഷിച്ചിട്ട് ഈമാനോട് കൂടി നിസ്കരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരാമെന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മൾ പറയാം, നമുക്ക് പുറത്തു തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഈമാനും ഇഹ്തിസാബൊന്നും നമ്മൾക്കില്ല, നിങ്ങൾ ഫെറാരി പോലെ തന്നെ പോയിക്കോ എന്ന് മുഅ്മിനീങ്ങൾ പറയാണ്. നടക്കൂല, ഇങ്ങനെ പോയാൽ ശരിയാവൂല. അള്ളാഹു ബോധം നൽകട്ടെ. സമയമില്ല. അല്ലാ യസ്തക്സിറ മിനത് തആമിൽ ഹലാൽ വഖ്തൽ ഇഫ്താർ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് കഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ റമദാനിൻ്റെ തുടക്കത്തിലൊന്ന് നമ്മൾ തൂക്കി നോക്കുക, പെരുന്നാളിൻ്റെ രാവിലെ ഒന്ന് തൂക്കി നോക്കുക, എന്തെങ്കിലും മാറ്റമുണ്ടോ, കുറഞ്ഞതാണോ കൂടിയതാണോ എന്ന് നോക്കട്ടെ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളൊരു പാത്രമുണ്ട്. ഏതാണത്? അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളൊരു പാത്രമുണ്ട്. ഏതാണത്? വേറാണ്. അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം വേറാണ്. അത് ഏത് വേറെന്നറിയോ? ഹലാല് കൊണ്ട് വേറെ നിറച്ച വേറ്. ഹലാല് ഹറാമല്ല, ഹറാമിനെ കുറിച്ച് ചർച്ചയെ ചെയ്യുന്നില്ല. ഹലാല് കൊണ്ട് നിറച്ച വേറ് അല്ലാഹുവിന് വല്ലാതെ ദേഷ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളികൾക്കൊക്കെ വേറിങ്ങനെ വരികയാണല്ലേ. മലയാളികളായ നമ്മളൊക്കെ ഒരാൾ ചിരിക്കുന്നുണ്ട്. ഏതോ നല്ലൊരു രസകരമായൊരു വിറ്റ് എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ഏതോ ഒരു പെണ്ണ് വിട്ടതായിരിക്കും. 9 മാസം ഗർഭം ചുമക്കുന്ന പെണ്ണിനെ കുറിച്ച് നിങ്ങൾക്ക് വിഷമമാണ്. ആജീവനാന്തകാലം പെണ്ണിനേക്കാൾ വലിയ വേറെ വെച്ച് നടക്കുന്ന എത്ര ആളുണ്ട്. അവരെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എത്ര വിഷമമുണ്ടാവും അല്ലേ? നമ്മൾ വേറെ പറയും, പഠിച്ചോൻ 9 മാസക്കാലം ഗർഭം ചുമക്കുന്ന ഉമ്മ, 12 കൊല്ലക്കാലം ഗർഭം ചുമക്കുന്ന ഉപ്പ, ആരെങ്കിലും പറയാറുണ്ടോ? അല്ലെ? 25 വയസ്സാകും വേറെ ചാടാൻ തുടങ്ങും, പിന്നെ മരണം വരെ ഇങ്ങനെ വേറായിട്ട് നടക്കുകയാണ്. അതൊക്കെ സൂക്ഷിക്കുക. വേറെ കൺട്രോൾ ചെയ്യുന്നത്, ജിമ്മിന് പോകുന്നതൊക്കെ ദീനിൻ്റെ ഭാഗം തന്നെയാണ്. നല്ലൊരു 6 പാക്ക് ആയിട്ട് തന്നെ നടന്നോളി. നല്ല ആരോഗ്യം ഭാവിയിലൊക്കെ വയസ്സാകുമ്പോഴൊക്കെ നിസ്കരിക്കാൻ അതൊക്കെ ഖൈറാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള വേറ്, ഏറ്റവും ദേഷ്യമുള്ള പാത്രം ഹലാല് കൊണ്ട് നിറച്ച വേറാണ്. അപ്പോൾ ഹറാമിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല.
പിന്നെ ആറാമത്തേത് പറഞ്ഞത്, നോമ്പ് തുറന്നാൽ നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുക, ഞാൻ നോമ്പ് നോറ്റല്ലോ, എനിക്ക് അല്ലാഹു ഒരുപാട് ശ്രേഷ്ഠത തരാൻ പോവാണല്ലോ എന്നൊരു പ്രതീക്ഷ നമ്മൾക്കുണ്ടാവുക. അതോടൊപ്പം ഒരു പേടിയും വേണം, പടച്ചോനെ എൻ്റെ നോമ്പിൽ വല്ല അപാകതകളും സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നീ പുറത്തു തരണേ എന്നൊരു പേടിയും നമ്മൾക്കുണ്ടാവണം, ആ ഒരു ബോധം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരൊറ്റൊരു കാര്യം ഞാൻ പറയാൻ, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്, എല്ലാവരും ഹിസാബിന് വേണ്ടി മഹ്ശറയിൽ ഇരിക്കുകയാണ്. എല്ലാവരും ഹിസാബിന് വേണ്ടി മഹ്ശറയിൽ ഇരിക്കുമ്പോൾ മഹാനായ ഇബ്നു റജബ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുകയാണ്, ഇവിടെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നോമ്പ് നോറ്റ ആളുകൾക്കെല്ലാം മഹ്ശറയിൽ ഒരു സുപ്രയുണ്ടാവും, ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാവും മഹ്ശറയിൽ നോമ്പുകാരായ ആളുകൾക്ക്. നോമ്പുകാരെല്ലാം ആ സുപ്രയിൽ നിന്നിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോഴാണ് ചില ആളുകൾ തന്റെ ഡൈനിങ് ടേബിളിൽ നിന്ന് വാരി വലിച്ചു തിന്നുന്നത്. അപ്പോഴാണ് ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുന്ന ആളുകൾ പറയുന്നത്, യാ റബ്ബ്, യാ റബ്ബ്, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, നഹ്നു നുഹാസബു വഹും യഅകുലൂൻ, ഇത് പറ്റൂല, ഇത് ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ് സമരം ചെയ്യും. ഞങ്ങളിവിടെ സൂര്യന്റെ ചൂടേറ്റിട്ട് ഹിസാബ് നടക്കുക, വിചാരണ നടക്കുക, അവരിങ്ങനെ തിന്നുക, എന്ത് കഥ ഇത്, നമ്മളൊക്കെ കടലാസാണോ എന്നൊക്കെ ചോദിക്കുമത്രേ മഹ്ശറയിലുള്ള ആളുകൾ. നഹ്നു നുഹാസബ്, ഞങ്ങൾ എവിടെ നിന്ന് നിങ്ങൾ വിചാരണ നടത്തുക, കാണുന്നില്ലേ അവരൊക്കെ സുപ്രയുടെ ചുറ്റും തിന്നാണ് എന്ന് അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു അവരോട് പറയുമത്രേ, മതി, ഇന്നഹും അവരൊക്കെ പരിശുദ്ധമായ റമദാനിലും പരിശുദ്ധമായ റമദാൻ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഒക്കെ നോമ്പ് നോക്കിയവരാണ്. വഅഫ്തറതും, അപ്പോൾ നിങ്ങൾ ജ്യൂസ് കുടിച്ചിട്ട് നടന്നിട്ടില്ലേ, ചാർക്കോളും അൽഫാമും കഴിച്ചുകൊണ്ട് നിങ്ങൾ നടന്നിട്ടില്ലേ, നല്ല സ്വാദിഷ്ടമായ അതേപോലെ ഷവർമ്മയൊക്കെ കഴിച്ച് നിങ്ങൾ നടക്കുമ്പോഴാണ്, തണുത്ത വെള്ളം കുടിച്ച് നടക്കുമ്പോഴാണ് അവർ പരിശുദ്ധമായ നോമ്പ് നോറ്റത്. അള്ളാഹുവിന്റെ ഹബീബ് ചൂടുകാലത്തൊരു യാത്ര പോകുമ്പോ നോമ്പ് നോറ്റിട്ട് ക്ഷീണം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് തണുത്ത വെള്ളം തലയിലേക്ക് ഒഴിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാൻ നിങ്ങൾ അവസരം തരണം, ഒരൊറ്റ ഒരു കാര്യം. അവരോട് അല്ലാഹു പറയും, ഇന്നഹും സാലമാ സ്വാമു വഅഫ്തറതും, നിങ്ങൾ ഇവിടെ നോമ്പ് നോക്കാതെ ഭക്ഷണം കഴിക്കുമ്പോ അവർ നോമ്പ് നോറ്റിട്ടുണ്ട്. വഖാമു, നിങ്ങളെല്ലാവരും തണുപ്പ് എസിയുടെ ശീതീകരിച്ച മുറിയിൽ മൂടി പുതച്ചുറങ്ങുമ്പോ അവർ നിന്ന് നിസ്കരിച്ചവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹിസാബ് നടക്കുമ്പോ അവർക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോമ്പ് നോക്കാതെ കണിയാക്കുന്ന ആളുകളുണ്ടല്ലോ അല്ലേ, നോമ്പ് നോക്കാതെ എന്തെങ്കിലും തരികടുപ്പിച്ച് നടക്കുന്ന ആൾ, ചൂടാണ് അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുക. എനിക്ക് പറയണമെന്നുണ്ട്, സമയമില്ല, വിഷമമാണ് നിങ്ങളൊക്കെ കാണുമ്പോൾ. നാളെ നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ആളുകളാണ്, പറയാനും വിശദീകരിക്കാനും ഒരുപാടുണ്ട്. ഏതായാലും പോട്ടെ, നിർത്തല്ലേ, ഇതൊരു കാര്യം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബൈനമാ അന നായിമുൻ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് പുരുഷന്മാർ എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. എന്റെ കൈ പിടിച്ചു, എന്റെ ഷോൾഡർ പിടിച്ചുകൊണ്ടവർ വലിയൊരു മലയിലേക്ക് കയറാൻ കൊണ്ടുപോയി. നല്ല വലിപ്പമുള്ള മഴയാണ്, കയറൽ വല്ലാതെ ദുർഘടമുള്ള യാത്രയാണത്. ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ പറ്റൂല, അവർ പറഞ്ഞു കയറിയേ പറ്റൂ. ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് കയറാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി തരാം. അങ്ങനെ ഞാൻ കയറി ആ പർവ്വതത്തിന്റെ വഴിയിലൂടെ, ചെരുവിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് വല്ലാത്ത ശബ്ദം ഞാൻ കേൾക്കുന്നത്. നോമ്പ് നോക്കാത്ത ആളുകളെ കുറിച്ച് പറയുന്ന വിഷയമാണിത്. വല്ലാത്ത ശബ്ദം ഞാൻ കേൾക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ദാറുൽ ഹുദ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു റമദാനിൽ ഗോവയുടെ അടുത്തുള്ള കാർവാർ എന്നൊരു പ്രദേശത്ത് ഒരു റമദാനിൽ ഞാൻ തറാവീഹിന് ഇമാം നിൽക്കാൻ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പച്ച തട്ടങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ട്, താടി വെച്ചുകൊണ്ട് ചില ആളുകൾ ബെഗ് ചെയ്തുകൊണ്ട്, യാചിച്ചുകൊണ്ട് അവിടെയുള്ള ഷോപ്പിലേക്ക് വന്നതും ഞാൻ ഓർക്കുകയാണ്.
നോമ്പാണല്ലോ, ഈ വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. യാചന വർദ്ധിക്കുന്നുണ്ട് റമളാനാകുമ്പോ. ഈ വിഷയത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല. യാചിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആട്ടി ഓടിക്കല്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞതെങ്കിലും യാചനയെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. റമളാൻ യാചനയുടെ മാസമായി മാറുന്നുണ്ടോ എന്ന് വരെ തോന്നിപ്പോവാണ്. നിങ്ങൾ പോയി നോക്കുക, റമളാൻ ഒന്നാകുമ്പോൾ തുടങ്ങും ഇങ്ങനെ കെട്ടി ആളുകൾ ഇങ്ങനെ ബാഗും സഞ്ചിയും പിടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങും. എന്തൊരു മോശമാണത്. മറ്റുള്ള സമൂഹത്തിനിടയിൽ പർദ്ദ ധരിച്ച്, ഒരു പക്ഷെ മുസ്ലിം അല്ലാതെ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല അവരൊക്കെ. ഞാൻ പറയുന്നത്, അങ്ങനെ ഞാൻ എൻ്റെ ഒരു കുടുംബക്കാരൻ്റെ ഷോപ്പിലിരിക്കുമ്പോഴാണ് താടിയൊക്കെ വെച്ചു പച്ചത്തട്ടൊക്കെ ധരിച്ചു ഒരു പർദ്ദ ധരിച്ച പെണ്ണുങ്ങളൊക്കെയുണ്ട്. ഇങ്ങനെ യാചിക്കാൻ വന്നു, കൊടുത്തു. എന്നിട്ട് ടൗണിലേക്ക് പോകുമ്പോൾ ഹോട്ടലിൽ ഇരുന്നിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഇതാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ പച്ചത്തട്ടവും ധരിച്ചു കൊണ്ടുവരുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, താടിയും പച്ചത്തട്ടവും തലപ്പാവും കമീസൊക്കെ കാണുമ്പോൾ ഇയാൾ വലിയ ഊലിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ആത്മീയത ഏറ്റവും നന്നായി ചൂഷണം ചെയ്യാൻ പറ്റുന്ന വഴിയാണ്. ആത്മീയതയാണ് ബിസിനസിന്റെ ഏറ്റവും ചില ഭാഗങ്ങൾ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വഞ്ചിതരാവാൻ പാടില്ല. ഇവരിങ്ങനെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ മലക്കുകളോട് ചോദിച്ചത്, എന്താണ് ഈ ശബ്ദം? മാ ഹാദിഹിൽ അസ്വാത്. മലക്കുകൾ പറഞ്ഞു, ഹൗലാഇ ഉവാഉ അഹ്ലിന്നാർ, നരകവാസികളുടെ കരച്ചിലാണ് നബിയേ. പിന്നെയും ഞാൻ ഇങ്ങനെ കടന്നുപോയി. അപ്പോഴേക്കും കാല് മുകളിൽ ഇങ്ങനെ കെട്ടി, ആട്ടിറച്ചിയുടെ പോത്തിറച്ചിയുടെ ഒക്കെ കട കണ്ടിട്ടുണ്ടോ? അവിടെ കാലിങ്ങനെ കെട്ടിയിട്ടുണ്ടാവില്ല, ആടിൻ്റെയും പോത്തിൻ്റെ ഒക്കെ. അതേപോലെ കാലിങ്ങനെ കെട്ടിയിട്ട് തല താഴോട്ടായിട്ട് ഒരുപാട് ആളുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് വിഷമം തോന്നി. ആരാണിത് എന്ന് ഞാൻ ചോദിച്ചു. തസീലു അഷ്ദാഖുഹും ദമ, അവരുടെ കവിളിലൊക്കെ ഇങ്ങനെ രക്തം ഇറ്റി വീഴുകയാണ്. ആ ഒരു കവിളിലൊക്കെ കീറി മുറിഞ്ഞ് രക്തങ്ങളെ കിറ്റി വീണ് കാലിങ്ങനെ കെട്ടി തല താഴോട്ടാക്കി ചില ആളുകൾ അവിടെ ഇങ്ങനെ ഒച്ച വെച്ച് കരയുകയാണ്. ഫഖുൽതു മൻ ഹൗലാ, ഞാൻ ചോദിച്ചു, ജിബ്രീൽ ഇതാരാണെന്ന് പറഞ്ഞു തരുമോ ജിബ്രീൽ? അപ്പോഴാണ് പറഞ്ഞത്, ഹൗലാഇല്ലദീന യുഫ്തിറൂൻ, ഇവരെ നോമ്പ് നോക്കാതെ നോമ്പ് മുറിച്ചു നടക്കുന്ന ആളുകളായിരുന്നു. നോമ്പ് നോക്കാതെ നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകാൻ പോകുന്ന ശിക്ഷ ഇതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് നന്മ ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എന്തെങ്കിലും പറയാനും വായിക്കാനുണ്ടോ? ഏതായാലും കാസർഗോഡ് ജില്ല KMCC ഒരു തവണ കൂടി നിങ്ങളെ കാണാനുള്ളൊരവസരം എനിക്ക് തന്നു. അൽഹംദുലില്ലാഹ്, അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നാളെ ഇതേ വീതിയിൽ ഇഷാഇന് ശേഷം അഹ്ലൻ റമളാൻ സിംസാറുൽ ഹഖ് ഉസ്താദിൻ്റെ അഹ്ലൻ റമളാൻ പ്രഭാഷണം ഉണ്ടാകും. നിങ്ങളോട് വരാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതെ തന്നെ വരൂലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ നമ്മൾ എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ മാസം 25 ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ ഉമ്മാക്ക് കുട്ടികളില്ല, ആഴ്ചയായി എൻ്റെ വേദന കാരണം ഹോസ്പിറ്റലാണ് സുഖപ്പെടാൻ വേണ്ടി. ജനിക്കുമ്പോൾ തന്നെ ഗുരുതരരോഗം കാരണം കഷ്ടപ്പെടുന്ന താമസിക്കുന്ന സ്ത്രീക്ക് അമ്മയുടെ രോഗശിപ്പിക്കും ഇഷ്ടപ്പെടുന്ന സ്ത്രീക്ക് കടം കൊണ്ടീഷൻ വീട് പണി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയാം. നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉള്ളത് വിദേശത്താണ്. നിങ്ങളുടെയൊക്കെ ദുആയിൽ ഈ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അള്ളാഹു ഞങ്ങൾക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയുക. ഞാൻ നീട്ടി ദുആ ഒന്നും ചെയ്യുന്നില്ല, സമയം വൈകിയത് കൊണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ആരൊക്കെയാണ് വസിയത്ത് ചെയ്തത്, എന്താണ് അവരുടെ ഉദ്ദേശം, അള്ളാഹു എല്ലാം ഭംഗിയായി പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. നേരത്തെ ഒരുപാട് ആളുകൾ പേഴ്സണലി ഫോൺ വിളിച്ചിട്ടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗിയായി കിടക്കുന്നവർ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, ആക്സിഡൻ്റ് ആയവർ, ക്യാൻസർ ബാധിച്ചവർ, വിഷമമുള്ളവർ, ടെൻഷനുള്ളവർ, കടമുള്ളവർ, ഒരുപാട് ആളുകൾ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നാണ്. പടച്ചറബ് എല്ലാവർക്കും ഒരു പരിഹാരം കൊടുക്കുമാറാവട്ടെ. ഈ റമളാൻ കഴിയുമ്പോഴേക്കും എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി, എല്ലാവർക്കും പ്രയാസങ്ങളൊക്കെ മാറ്റി വളരെ റാഹത്തായി ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ.
ദുആ ചെയ്യല്ലേ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമർറഹീമായ റബ്ബേ നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അർഹമർറഹീമായ റബ്ബേ ഈ ഒരു സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹമർറഹീമായ റബ്ബേ എന്തൊക്കെ ഉദ്ദേശത്തോടെ എന്തൊക്കെ താല്പര്യത്തോടെ ആരൊക്കെയാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ അറിയാമല്ലോ റബ്ബേ. ആ ഉദ്ദേശങ്ങൾ നീ ഭംഗിയായി ഹലാലായ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് എല്ലാ ആളുകൾക്കും നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. കടമുള്ളവർക്ക് അത് ഭംഗിയായി കൊടുത്തുവിട്ടാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എല്ലാ വിഷമങ്ങളും മാറ്റി മനസ്സിലൊരു സന്തോഷം നൽകണേ അല്ലാഹ്. അർഹമർറഹീമായ റബ്ബേ മാതാപിതാക്കൾ രോഗികളായവരുണ്ട്, അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ മക്കളില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നൽകിയ മക്കളെ നീ സാലിഹീങ്ങളും ഹാഫിലീങ്ങളുമാക്കണേ അല്ലാഹ്. മക്കളെ ഹാഫിലാക്കണമെന്ന് ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട്. എവിടെ പോയാലും ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിന്റെ മാറ്റം വല്ലാത്ത സന്തോഷം നൽകുന്നുണ്ട്. പടച്ച റബ്ബേ അവർക്കൊക്കെ ഭംഗിയായി ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കി ഹാഫിലീങ്ങളാക്കി മാറ്റാൻ, അവരുടെ മക്കളെ മാറ്റാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم يسر عسيرنا وسهل أمورنا وفرج همومنا واكشف كروبنا وأد ديوننا. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും നീ നീക്കി തരണേ അല്ലാഹ്. ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്, പ്രയാസങ്ങളെ നീക്കണേ അല്ലാഹ്. കടങ്ങളെ ഹലാലായ രീതിയിൽ കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദന ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണേ അല്ലാഹ്. വഖ്ലി ഹാജാതിന ഞങ്ങളുടെ ആവശ്യങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വറഹം മൗതാന ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ദഫഅ ബലിയാതിന അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ശർറായ ഖലാ ഉണ്ടെങ്കിൽ നീ അത് തട്ടി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ കൊണ്ട് നിന്റെ ശർറായ വിധികളെ മാറ്റാൻ പറ്റുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നിന്നോട് ഞങ്ങൾ കൈ ഉയർത്തി ചോദിക്കുന്നു പടച്ച റബ്ബേ, ശഅബാൻ അസ്തമിക്കാൻ പോകുന്ന പരിശുദ്ധമായ റമളാനിനെ വളരെ താല്പര്യത്തോടെ സ്വീകരിക്കുന്ന ഈ അർദ്ധരാത്രിയിൽ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത് നീ ഉത്തരം നൽകുമെന്ന ഉറപ്പുകൊണ്ട് മാത്രമാണ് അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ചോദിച്ചാൽ ഉത്തരം നൽകാത്ത ദുആ ആക്കി മാറ്റല്ലേ അല്ലാഹ്. കരയാത്ത കണ്ണ് നൽകല്ലേ റബ്ബേ, നിറയാത്ത വയറ് നൽകല്ലേ അല്ലാഹ്. നാഫിഅല്ലാത്ത ഇൽമു നീ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. അല്ലാഹുമ്മ അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക വബിതഅതിക അൻ മഅസിയതിക വബിഫളലിക അമ്മൻ സിവാക്. അല്ലാഹുവേ ഹലാൽ കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ ജീവിതത്തിൽ വന്നു പോയ സകലമായ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ വഅസിംനാ ഫീമാ ബഖിയ മിൻ അഅമാലിനാ. അല്ലാഹുവേ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ പാപങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനി ഞങ്ങൾ ആ തെറ്റുകൾ ആവർത്തിക്കില്ല റബ്ബേ. ഞങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് നിന്നോട് പറയുകയാണല്ലോ, ഇനി ഞങ്ങൾ തെറ്റുകൾ ആവർത്തിക്കില്ല റബ്ബേ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കണ്ണുകൊണ്ട് ചെയ്ത ഹറാമുകൾ നീ മാപ്പ് നൽകണേ അല്ലാഹ്. ചെവികൾ കൊണ്ട് ചെയ്തത് ആരെക്കുറിച്ചൊക്കെയാണോ ഞങ്ങൾ ഗീബത്ത് പറഞ്ഞു പോയത്, അല്ലാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിടം നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ, ശാരീരികമായി മാനസികമായി വാക്കിലൂടെ പ്രവർത്തനത്തിലൂടെ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാഹ്. ഭാര്യമാരെ കൺകുളിർമയുള്ളവരാക്കണേ അല്ലാഹ്. നല്ല ഭർത്താക്കന്മാരാക്കി നീ ഞങ്ങളെ മാറ്റണേ അല്ലാഹ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മുത്തഖീങ്ങളുടെ നേതാവാക്കി നീ ഞങ്ങളെ മാറ്റണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലനാ വലിവാലിദീനാ റബ്ബന റഹംഹും കമാ റബ്ബൗനാ
അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് അസുഖങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിടങ്ങൾ നീ സ്വർഗീയമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പാപ്പമാർ, ഞങ്ങളുടെ ഉമ്മാമ്മമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരുടെയും കബറിടങ്ങൾ രക്ഷപ്പെടാൻ, എല്ലാവരുടെയും ശിക്ഷകൾ പൊറുക്കപ്പെടാൻ ഈ ഒരു സദസ്സ് കാരണമാക്കണേ അല്ലാ. നാളെ ഞങ്ങൾ മരിച്ച് കബറിൽ കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ഒരു തലമുറയെ നീ ഞങ്ങൾക്ക് പകരം വെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ റബ്ബേ. പരിശുദ്ധമായ റമളാൻ മാസമാണ് വരാനിരിക്കുന്നത്. റമളാൻ മാസത്തിൽ ഒരുപാട് നന്മ ചെയ്യാൻ, റമളാൻ കഴിയുമ്പോഴേക്കും സർവ്വവിധ തിന്മകളിൽ നിന്നും മാറി നിന്ന് ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് നല്ല ഒരു സ്വാലിഹായി മാറാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ വിദേശികളായ പ്രവാസികളായ ഈ സഹോദരന്മാർക്കെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാ. ഇവരുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. അസുഖങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ അവർക്കൊക്കെ ഖൈറായ ജോലി നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ നീ ആരെയും പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ജോലിയില്ലാത്ത ആളുകൾക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ കുടുംബങ്ങളെയും മക്കളെയും ഭാര്യമാരെയും നല്ല രീതിയിൽ ആരോടും കടം ചോദിക്കാതെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ അവരെ വളർത്തുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വീടുകളിലും വാഹനങ്ങളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അറിയാതെ ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് എല്ലാം നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. നിന്നോടല്ലാതെ പിന്നെ ആരോടാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? നീയാണല്ലോ മാപ്പ് നൽകുന്നത്. നീ മാപ്പ് നൽകുമെന്ന വിശ്വാസത്തോടെ എല്ലാവരും കൈയുയർത്തിയിരിക്കുകയാണല്ലോ. നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ റബ്ബേ. നീ ഞങ്ങളെ നിരാശരാക്കി മടക്കല്ലേ അല്ലാ. അല്ലാഹുവേ എത്രയോ മുഅ്മിനീങ്ങളായ ആളുകൾ ഇവിടെ നിന്ന് ആമീൻ എന്ന് പറയുന്നുണ്ട്. ആ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചറബേ ക്യാൻസർ ബാധിച്ച് എത്രയോ ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ സഹിക്കാൻ കഴിയാതെ അസഹനീയമായ വേദന ഇങ്ങനെ തിന്ന് ജീവിക്കുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ.